സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് NM അൻസാരി സാഹിബ്, വേദിയിലിരിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് സാഹിബ്, ബഹുമാന്യനായ സായിദ് സാർ, MAK ആസാദ് സാഹിബ്, മെഹബൂബ് സാഹിബ്, സലീം സാഹിബ്, വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കളെ, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഗത പ്രഭാഷണത്തിലെ ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി എന്നതിൽ കവിഞ്ഞ പരാമർശങ്ങൾ നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന ഇന്ത്യയിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ഏകദേശ ചിത്രം നൽകി നിങ്ങളോട് അധ്യക്ഷൻ പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനമാണ്, തജ്ദീദി പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴായി കേൾക്കുന്ന പരാമർശമാണ്. എന്താണ് തജ്ദീദി പ്രസ്ഥാനം? മഹാനായ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകിയിരിക്കുന്ന ഇസ്ലാമിക ദർശനവുമായി ബന്ധപ്പെട്ട് കാലങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകളും കുറവുകളും പരിക്കുകളും പരിഹരിച്ച് ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥത്തിലുള്ള അടിത്തറകളിൽ പുനരുദ്ധരിക്കുകയും നവീകരിക്കുകയും ചെയ്യുക എന്ന യുഗധർമ്മത്തിനാണ് തജ്ദീദ് എന്ന് പറയുക. ആ അർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ലോകത്ത് ഇസ്ലാം എന്ന കാഴ്ചപ്പാട് കേവല മതമാണ് എന്നും മതമെന്നാൽ ആരാധനയും ആരാധനയോടൊപ്പം ആചാര അനുഷ്ഠാനങ്ങളാണ് എന്നും തെറ്റിദ്ധരിക്കപ്പെടുകയും മതത്തിന്റെ വിശാലമായ തലത്തെ പരിമിതമായ വൃത്തത്തിലേക്ക് ചുരുക്കിക്കെട്ടുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇസ്ലാമിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ലോകത്തിന്റെ, രാജ്യത്തിന്റെ, സമുദായത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്ന ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇന്ന് ലോകത്ത് മിഡിൽ ഈസ്റ്റിൽ വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ബ്രദർഹുഡ് അഥവാ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് നിങ്ങൾക്കറിയാം. സമാനമായ കാലത്ത് അവിഭക്ത ഇന്ത്യയിൽ രൂപം കൊള്ളുകയും പ്രവർത്തനമാരംഭിക്കുകയും ചെയ്ത ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സംഘടന എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പരമ്പരാഗതമായ മതസമൂഹങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മൗലികമായ കാഴ്ചപ്പാട് ഇസ്ലാമിനോട് വെച്ചു പുലർത്തുന്ന പ്രസ്ഥാനമാണ്, നിലപാട് രൂപപ്പെടുത്തിയെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതാണ് അതിന്റെ വ്യതിരക്തത എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കേട്ടറിവോ അല്ലെങ്കിൽ പല വേദികളിൽ നിന്ന്
അവർ ശ്രവിച്ച ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിലയിരുത്തലുകളോ അവർക്കുണ്ടാകാം, നിങ്ങൾക്കുണ്ടാകാം. ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ നിന്ന് ആധികാരികമായി കേൾക്കുവാനും വിമർശന ബുദ്ധിയ വിലയിരുത്തുവാനും സത്യസന്ധമായ നിലപാട് കൈക്കൊള്ളുവാനും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരും സഹോദരന്മാരും സന്നദ്ധമാകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രതിനിധീകരിച്ച ഒരു മതമുണ്ട്. അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് ലഭിച്ച ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം എന്ന് പറയുന്നത് ആരാധനകളിലും ആചാര അനുഷ്ഠാനങ്ങളിലും പരിമിതപ്പെട്ട പൂജാ മതം എന്ന അർത്ഥത്തിലല്ല ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളെയും സമഗ്രമായി സ്പർശിക്കുന്ന ജീവിത ദർശനം എന്ന സ്വഭാവത്തോടു കൂടിയാണ് ഇസ്ലാം പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിചയപ്പെടുത്തപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാം കേവല മതമല്ല, ഒരു ജീവിത ദർശനമാണ്. ജീവിതത്തെ ഇസ്ലാം ഏകകമായിട്ടാണ് കാണുന്നത്. വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം എന്നതുൾപ്പെടെ ലോകത്തെ തന്നെ മാറ്റിപ്പണിയാൻ കഴിയുന്ന ആശയപരമായ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ദൈവിക ദർശനം എന്ന അർത്ഥത്തിൽ ലോകത്തേക്ക് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പരിചയപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇത് വളരെ ഭംഗിയായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. എന്താണ് ഇസ്ലാം? അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിത്തറയായി വർത്തിക്കുന്ന വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ ധർമ്മം എന്താണ്? ഇത് ഖുർആൻ വളരെ കൃത്യമായി സത്യവിശ്വാസികളെ അല്ല ലോകത്തെ പഠിപ്പിക്കുന്നു. കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഞാൻ ഈ വേദഗ്രന്ഥത്തെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. മഹാനായ പ്രവാചകന്മാരെ, മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതും മറ്റൊന്നല്ല. ഒരു ജനത വഹിച്ചുകൊണ്ടിരിക്കുന്ന, മുതുകന് നെരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഭാരം ഇറക്കി വെക്കാൻ, അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകൾ അടർത്തുമാറ്റി അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ സ്വതന്ത്രമായ ഭൂമികയിലേക്ക് അവരെ നയിക്കാൻ വിമോചനത്തിന്റെ, വിപ്ലവത്തിന്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാകു യദഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാ ദൈവം തമ്പുരാൻ ലോകത്തുള്ള ജനവിഭാഗത്തെ വേദഗ്രന്ഥത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ്. അപ്പോൾ വെളിച്ചത്തിലേക്കാണ് ഇസ്ലാമിന്റെ വിളി, സമാധാനത്തിലേക്കാണ് ഇസ്ലാമിന്റെ വിളി. സ്വതന്ത്രമായ അടിമത്വത്തിൽ നിന്ന്, അതുപോലെ തന്നെ അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ കഴിയുന്ന സ്വതന്ത്ര ഭൂമികയിലേക്കാണ് ഇസ്ലാം ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഇസ്ലാമിന്റെ ആദർശവാക്യം. നമുക്കെല്ലാവർക്കും അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് ഒരാൾ വിശ്വാസിയായി മാറുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഈ ആദർശവാക്യവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് അതിന്റെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ ജനതയോട് പ്രഖ്യാപിച്ചതാണ്. ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കുന്നത് പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഏതോ ഒരു പുതിയ പ്രസ്ഥാനമാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ നിരൂപണ വിധേയമാക്കണമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അതേ ആദർശവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആദർശമായിട്ട് അംഗീകരിക്കുന്നത്. അഫ്ളു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി മിൻ ഖൗലി മിൻ ഖബ്ൽ അഫ്ളു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞുവല്ലോ, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും ലോകത്തോട് കൈമാറുവാനുണ്ടായിരുന്ന ആദർശവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ആ വാക്യമാണ് ഞാനും നിങ്ങളോട് പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും ആദർശവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അതിനെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും മുസ്ലിം സംഘടനകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി വേറിട്ട് നിൽക്കുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം പ്രഖ്യാപിക്കുമ്പോൾ വളരെ കൃത്യമായ
അതിന്റെ ആശയവ്യാപ്തിയോടുകൂടി സമുദായം അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു പ്രഖ്യാപനമായി മാറിയാൽ ഒരാൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസിയാവുക സാധ്യമല്ല. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സംഘം ആളുകൾ പ്രഖ്യാപിച്ചു, കാലത്തിൽ അഗ്റാബു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ തിരുത്തിയിട്ട് പറഞ്ഞു, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഒരിക്കലും ഇസ്ലാം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകന്റെ ശക്തിക്ക് ഞങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മറ്റെല്ലാ ദൈവികമായ മറ്റെല്ലാ ഇലാഹുകളെയും നിഷേധിച്ചതിന് ശേഷം ഇല്ലല്ലാഹ്, ഏകനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യ പ്രഖ്യാപനത്തിലൂടെ ഒരു വിശ്വാസി നടത്തുന്നത്. ഞാൻ ആരാധിക്കുന്നത്, ഞാൻ അനുസരിക്കുന്നത്, ഞാൻ കീഴടങ്ങുന്നത്, ഞാൻ വിധേയപ്പെടുന്നത്, ഞാൻ എന്റെ ജീവിത ചക്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന, എന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന, എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഉടയവനായ ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ നടത്തുന്നത്. നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം പലരും ഉച്ചരിക്കാറുണ്ട്. എന്റെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന യാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. അയാളുടെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമറിയലല്ല, അയാൾ വല്ലതും തരണേ എന്നാണ് ചോദിക്കുന്നത്. എന്റെ വീട്ടിലെ ഉമ്മ കുട്ടിയെ താരാട്ട് പാടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. ആ ഉമ്മാന്റെ ആഗ്രഹം ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവ്യാപ്തി അറിഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഈ കുട്ടിയൊന്ന് ഉറങ്ങിയിട്ട് വേണം തൊട്ടിൽ വെച്ചിട്ടൊന്ന് പോകാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്തൊരു ഉദ്ദേശത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു എന്നത് വളരെ പരമപ്രധാനമാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ലോകത്തോട് ഉദ്ഘോഷിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തെ അർത്ഥവ്യാപ്തിയോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം ഉൾക്കൊള്ളണമെന്ന്. അങ്ങനെ അർത്ഥവ്യാപ്തിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആരാധന അല്ലാഹുവിന് മാത്രമാണ്. മറ്റാരെയും ഒരാൾക്ക് ആരാധിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ ദൈവമേകനാണ്. നാം വ്യത്യസ്തമായ പേരുകളിൽ പരാമർശിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന, അല്ലാഹു എന്ന് പറയുന്ന, പടച്ചവൻ എന്ന് പറയുന്ന, ദൈവം എന്ന് പറയുന്ന എല്ലാ സൃഷ്ടിജാലാചരാചരങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈവിധ്യങ്ങളുടെയും ഉടയതമ്പുരാൻ ഏകനായ ദൈവം തമ്പുരാനാണ്. ആ ഏകനായ ദൈവം തമ്പുരാനെ, അല്ലെങ്കിൽ അറബിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള അല്ലാഹുവിലേക്ക് ഒരിക്കലും ഇടനിലക്കാരെ നമുക്ക് ആവശ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏകദൈവ വിശ്വാസത്തെ കുറിച്ചുള്ള അടിയുറച്ച പ്രഖ്യാപനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ടെത്തലല്ല, അത് പ്രവാചകന്മാർ അതാത് കാലഘട്ടത്തിലെ ലോകത്തോട്, ജനതയോട് സംവദിച്ച ഇസ്ലാമിന്റെ സാരാംശമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അത് പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. ഖുൽ നബിയെ, താങ്കൾ അവരോട് പറയണം, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ നാഥനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിറബ്ബി അഹദ, ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ കയ്യിലാണ് എന്റെ എല്ലാ ചലനങ്ങളും അതുപോലെ തന്നെ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും കുടികൊള്ളുന്നത്. അതുകൊണ്ട് വലാ ഉശ്രികു ബിറബ്ബി അഹദ, എനിക്കെന്റെ നാഥനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് ഞാൻ മറ്റാരെയും പങ്കുകാരെ ചേർക്കുന്നതല്ല. അത് പോരാഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞത് വലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവല്ലാതെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആഹാരം തന്നതവനാണ്, നിങ്ങളെ സൃഷ്ടിച്ചതവനാണ്, നിങ്ങൾക്ക് ആഹാരം തന്നതവനാണ്, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതവനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമി ലോകത്തൊരുക്കിയതവനാണ്. നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉടയവൻ മാത്രമല്ല അവൻ, നിങ്ങളുടെ മരണത്തിന്റെയും
മരണാനന്തര ജീവിതത്തിന്റെയും ഗതിവിഗതികൾ തീരുമാനിക്കുന്നത് അവനിൽ അർപ്പിതമായിട്ടാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു, വലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവല്ലാതെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ടും സംശയം തീരാത്തവരോട് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ, ലോകത്തോട് പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ പ്രഖ്യാപിക്കുകയാണ്, എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ, എന്നെ കുറിച്ച് ചോദിച്ചാൽ അവനോട് പറയണം, അവൻ എന്നോട് വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബൻ, എന്റെ നാഥൻ നിന്റെ നാഥൻ അവനോട് ഏറെ അടുത്തു നിൽക്കുന്നവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, ഏത് ഘട്ടത്തിലാണോ അവൻ എന്നോട് ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ അവന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ആ അർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് ഇടനിലക്കാർ വേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി പൗരോഹിത്യത്തിനെതിരാണ്. നമുക്കറിയാം എന്താണ് പൗരോഹിത്യം. അല്ലാഹുവിനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഇടനിലക്കാരാണ് പൗരോഹിത്യം. ജനങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ ദൈവത്തിനിടയിൽ ഇടനിലക്കാരായി നിൽക്കുകയും എന്നിട്ട് ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഈ ഇടനില വൃത്തിയെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം ചോദ്യം ചെയ്യുന്നു. എനിക്ക് അല്ലാഹുവിലേക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. എനിക്ക് പറയാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് സങ്കടം ബോധിപ്പിക്കാൻ, എനിക്ക് ചോദിക്കാൻ, എനിക്ക് കരയാൻ, എല്ലാറ്റിനും എനിക്ക് എന്റെ നാഥനിലേക്ക് ഇടനിലക്കാരെ ആവശ്യമില്ല എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ എന്റെ നാഥൻ എന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം, യഥാർത്ഥത്തിൽ പ്രവാചക സമൂഹം പൗരോഹിത്യത്തെ നിരാകരിച്ചത്. മുസ്ലിം സമുദായത്തിൽ നിന്നും പൗരോഹിത്യമുണ്ട്. മുസ്ലിം സമുദായത്തിനകത്ത പൗരോഹിത്യത്തോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ ഗുണകാംക്ഷയോടുകൂടി വിയോജിക്കേണ്ടി വരുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിത്തറയിലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് മാത്രം ആരാധിക്കുക, അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അല്ലാഹുവിനോട് മാത്രം ചോദിക്കുകയും അല്ലാഹുവിനോട് മാത്രം ഇബാദത്ത് ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൗഹീദ് പൂർണ്ണമാവുകയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നു. ആരാധന അല്ലാഹുവിന്. അങ്ങനെ പള്ളിയിൽ തടച്ചിടപ്പെട്ട ദൈവസങ്കല്പമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇത് ആധുനിക സൃഷ്ടിച്ച അപകടകരമായ ഒരു പ്രവണതയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതാധിഷ്ഠിതമായ നാഗരികതകളാണ് ഒരുപക്ഷെ നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നമുക്കേറെയും പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അഥവാ ലോകത്ത് ജനതതികളെ നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നിടത്ത് മതങ്ങൾ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഭൗതികമായ ശരീരത്തിലെ ഒഴിച്ചുകൂടാകാനാത്ത ഘടകമാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതയെയും അവന്റെ ശരീരത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന മതത്തിന്റെ അടിത്തറയിൽ രൂപം കൊണ്ട ഒരുപാട് നാഗരികതകൾ ലോകത്ത് നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നു, ആരാധനാരംഗത്തും പള്ളിയിലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഒരു സത്യവിശ്വാസി ഭയപ്പെടണം. എന്റെ ആരാധനയിൽ ഞാൻ ആർക്കു മുമ്പിലാണോ തലകുനിക്കുന്നത്, ജീവിതത്തിൽ ഞാൻ അവന്റെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്. ഞാൻ വായിക്കുന്നത്, ഞാൻ പഠിക്കുന്നത്, ഞാൻ എന്റെ കുടുംബജീവിതം നയിക്കുന്നത്, ഞാൻ വിവാഹം കഴിക്കുന്നത്, ഞാൻ കച്ചവടം നയിക്കുന്നത്, ഞാൻ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, ഞാൻ കുടുംബ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്, അയൽബന്ധം രൂപപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ഞാൻ ഇടപാടുകളും നടത്തുന്നത് മനുഷ്യവിരുദ്ധമാകാൻ പാടില്ല, ദൈവവിരുദ്ധമാകാൻ പാടില്ല. അതുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ഞാൻ പള്ളിയിൽ ദൈവത്തെ ഭയപ്പെടുന്നത് പോലെ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ എന്നെ സൃഷ്ടിച്ച നാഥന്റെ ഹിതപ്രകാരം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടം എന്ന് ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നു. മതം ആ അർത്ഥത്തിൽ ചരിത്രത്തിൽ സുപ്രധാനമായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. മതത്തിന്റെ പങ്ക് നിരാകരിക്കപ്പെട്ടത് ആധുനിക ദർശനങ്ങളുടെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ കാലഘട്ടത്തിൽ മധ്യകാല നൂറ്റാണ്ടിൽ ശാസ്ത്രത്തോട് ക്രൈസ്തവ പൗരോഹിത്യം പുറംതിരിഞ്ഞു നിന്നപ്പോൾ, അതുപോലെ തന്നെ ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ നേതൃത്വത്തിൽ ലോകത്ത് ഒരുപാട്
ഒരുപാട് നെറികേടുകൾക്ക് നേതൃത്വം നൽകപ്പെട്ടപ്പോൾ അതിന്റെ മറപിടിച്ചുകൊണ്ടാണ് ആധുനിക ദർശനങ്ങൾ മതത്തോട് പൊതുമണ്ഡലത്തിലേക്ക് വിലക്കേർപ്പെടുത്തിയത്. മതം പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരാൻ പാടില്ല, അങ്ങനെ മതത്തെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരരുത് എന്ന് പറഞ്ഞ മതത്തെ നിരാകരിക്കുന്ന സെക്യുലറിസം ലോകത്ത് മൂടറച്ചുപോയി. സെക്യുലറിസത്തോടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ചരിത്രത്തിൽ പലപ്പോഴും നിരൂപണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ നിയാമകത്വത്തെ അംഗീകരിക്കുന്ന, മതത്തിന്റെ വൈദ്യുതിത്തെ അംഗീകരിക്കുന്ന, മതസൗഹാർദ്ദത്തെ അംഗീകരിക്കുന്ന സെക്യുലറിസത്തിനെതിരല്ല. പക്ഷേ മതത്തെ നിരാകരിക്കുന്ന, മതമൂല്യങ്ങളെ നിരാകരിക്കുന്ന, മതം പൊതുമണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്ന പാശ്ചാത്യൻ സെക്യുലറിസത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനം അതിന്റെ ആദ്യാക്ഷരം, നവോത്ഥാനത്തിന്റെ ആദ്യാക്ഷരം കുറിച്ചിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പൊതുജീവിതത്തിലേക്ക് മതം കടക്കരുത് എന്ന് പറയുന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമി അത് തെറ്റാണ് എന്ന് ലോകത്ത് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചത്. ഒരു നൂറ്റാണ്ട് കാലത്തെ മതത്തെ മാറ്റി നിർത്തിയ പൊതുമണ്ഡലം ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ്. മദ്യത്തിന്റെ, മദിരാശിയുടെ, ചൂതാട്ടത്തിന്റെ, അതുപോലെ തന്നെ അറുംകൊലയുടെ കൊലക്കളമായിട്ട് ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഞാൻ അതിലേക്ക് പോയി കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് പള്ളിയിൽ മനുഷ്യൻ വിനയത്തോടുകൂടി, തഖ്വയോടുകൂടി, ഭക്തിയോടുകൂടി തലകുനിക്കുന്ന മനുഷ്യൻ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അവനിലുള്ള മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ഒരു പ്രശ്നപരിഹാരത്തിന് കണ്ടെത്തിയ സമവാക്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിന്റെ നേട്ടം അതാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യയിലെ, കേരളത്തിലെ മറ്റു മുസ്ലിം സംഘടനകളും തമ്മിൽ വേറിട്ട് നിൽക്കുന്നത്. മറ്റു മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആരാധന അല്ലാഹുവിന് കൊടുത്താൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് സ്വീകരിച്ചാൽ ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ അവരവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാം എന്ന ധാരണയാണ് പലപ്പോഴും മറ്റു പല മതസംഘടനകളും സ്വീകരിച്ചു പോരാറുള്ളത്. അൽഹംദുലില്ലാഹ് 5 പതിറ്റാണ്ട് കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ഈ കേരളീയ സമൂഹത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് 25 വർഷം പുറകോട്ട് പോയാൽ പെണ്ണ് വിദ്യാഭ്യാസം നേടാൻ പാടില്ലായിരുന്നില്ല. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ ചുമരുകളിലും ബോർഡുകളിലും എഴുതാൻ പാടുണ്ടായിരുന്നില്ല. പന്തലിട്ട് സമ്മേളനങ്ങൾ നടത്താൻ പാടുണ്ടായിരുന്നില്ല. ഫോട്ടോ വരുന്ന പത്രങ്ങൾ അനുവദിക്കാറുണ്ടായിരുന്നില്ല. പത്രപ്രവർത്തനം പോലും ആ അർത്ഥത്തിൽ അതിന്റെ പ്രായോഗിക തലത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന കാലമുണ്ടായിരുന്നു. മാത്രമല്ല, സ്ത്രീയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ഒരുപാട് മേഖലകളിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 25 വർഷം പിന്നോട്ട് പോയാൽ, മാത്രമല്ല മതം ആരാധനക്കപ്പുറത്തേക്ക് അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായി മാറിയ കാലഘട്ടമായിരുന്നു. 21ാം നൂറ്റാണ്ടിൽ വളരെ അഭിമാനത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്ന കാലയളവിലുള്ള മുസ്ലിം പ്രസിദ്ധീകരണങ്ങളും അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് താരതമ്യം ചെയ്യണം. ഇന്ന് സമുദായം ആ അർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മുസ്ലിം സമുദായം ഒരു വളരുന്ന സമുദായമാണ്. അവരുടെ പെൺകുട്ടികൾ വളരുന്ന പെൺകുട്ടികളാണ്, അവർ പഠിക്കുന്ന പെൺകുട്ടികളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, വൈജ്ഞാനിക രംഗത്ത്, അതുപോലെ തന്നെ വിശ്വാസ രംഗത്ത്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇസ്ലാമിക സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിത്തറകളിൽ അവർ പ്രഖ്യാപിച്ച ദീൻ അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വെളിച്ചം വീശുന്നതാണ് എന്ന് താത്വികമായി പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ പോലും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. ഇസ്ലാം സമഗ്രമാണ്, ഇസ്ലാം വിമോചനമാണ്, ഇസ്ലാം വിപ്ലവമാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഈ കാലഘട്ടത്തിൽ ലോകം പരീക്ഷിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ പാരിസ്ഥിതിക കാഴ്ചപ്പാട് സംവദിക്കേണ്ടതാണ് എന്ന തലത്തിലേക്ക് മുസ്ലിം മതസംഘടനകൾ വന്നു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിത്തറകളിൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തോടും ലോകത്തോടും പറഞ്ഞത്, ഏതൊരു ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നുവോ ആ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച്
എന്റെ ജീവിതത്തെ പരിപൂർണമായ അർത്ഥത്തിൽ പരിവർത്തനത്തിന്റെ വിധേയമാക്കണമെന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആരാണോ ആകാശത്തെ വാനലോകത്ത് ആരാണോ വണരിടുന്നത്, അതേ ദൈവത്തെ എന്റെ ജീവിതത്തിൽ എനിക്ക് കുടിയിരുത്താൻ കഴിയണം, എന്റെ ഇടപാടിൽ കുടിയിരുത്താൻ കഴിയണം, എന്റെ സമീപനത്തിൽ കുടിയിരുത്താൻ കഴിയണം, എന്റെ പെരുമാറ്റത്തിൽ കുടിയിരുത്താൻ കഴിയണം, എന്റെ കച്ചവടത്തിൽ കുടിയിരുത്താൻ കഴിയണം, സമൂഹത്തോടും മനുഷ്യനോടും എന്റെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയോടും ആ ദൈവിക മൂല്യങ്ങളുടെ അടിത്തറകളിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിയേണ്ടതുണ്ട്. അത്രമാത്രം ഉജ്ജ്വലമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ആരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ചവന്റെ ശാസനകൾക്ക് മനുഷ്യൻ ചെവി കൊടുക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലപ്പോഴും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഓരോ ദിവസവും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ 5 നേരം ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ 5 നേരം ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മുസൽമാനും നടത്തുന്ന പ്രതിജ്ഞയുണ്ട്. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. എന്റെ നമസ്കാരം നിനക്കാൻ, വനുസുക്കി എന്റെ ത്യാഗപരിശ്രമം നിനക്കാൻ. ഒരാൾ ദൈവത്തിന്റെ മുമ്പിൽ മറ്റാരുമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവത്തോട് കൊടുക്കുന്ന പ്രതിജ്ഞയാണ് എന്റെ നമസ്കാരം നിനക്കാൻ, എന്റെ ത്യാഗപരിശ്രമങ്ങൾ നിനക്കാൻ. എന്നിട്ടെന്താണ് പറഞ്ഞത്? അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ കേരളത്തിലെ മതസംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതസംഘടനകളോട് യോജിക്കേണ്ടതായി വരുമായിരുന്നു. അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഖുർആൻ പറഞ്ഞു, എന്റെ ജീവിതം നിനക്കാൻ, എന്റെ മരണം നിനക്കാൻ. ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും എന്റെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചായിരിക്കണം. ദൈവിക മൂല്യങ്ങൾ, അത് ഹിന്ദു മൂല്യങ്ങളാകട്ടെ മറ്റു മതമൂല്യങ്ങളാകട്ടെ, ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന്. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഒരു സമുദായം എന്നതിനപ്പുറത്ത്, ഒരു വിഭാഗം എന്നതിനപ്പുറത്ത്, ഒരാദർശ സമൂഹം എന്ന ഉജ്ജ്വലമായ ഉന്നതമായ ഒരു തലത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുവാനാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. പ്രവാചകനെ ജമാഅത്തെ ഇസ്ലാമി കാണുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. പ്രവാചകൻ ആഘോഷിക്കാനുള്ള പ്രവാചകനല്ല. പ്രവാചകൻ ഏതെങ്കിലും ഒരു വർഷത്തിലെ, ഒരു മാസത്തിലെ, ഒരു പ്രത്യേക ദിനത്തിൽ മാത്രം ആചരിക്കാനുള്ള പ്രവാചകനല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അത് പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതത്തെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതം ആ പ്രവാചകൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? കഅബാലയത്തിൽ കുന്നുകൂട്ടപ്പെട്ട വിഗ്രഹാരാധനകളെ ഏതോ അർത്ഥത്തിൽ തകർത്തെറിഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ കഅബയിൽ ഒരിടം തേടുക എന്നതല്ലോ. കഅബാലയത്തിലെ ഒരു ജനവിഭാഗം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിപ്പെട്ട ഘട്ടത്തിലും അവരോടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മധ്യേ ആ ജനത അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന പ്രവാചകനെ നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. എന്നാൽ എല്ലാ നെറികേടുകൾക്കും നേതൃത്വം കൊടുക്കുന്ന അറബികളെയും അനറബികളെയും നിങ്ങൾക്ക് ദൈവിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിഷ്കരിക്കുവാൻ, പരിവർത്തിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് സാധ്യമാണ് എന്ന ഒരു ജനതയോട് പ്രവാചകൻ പ്രബോധനം നടത്തുന്നു. മതം ആരാധനയായിരുന്നുവെങ്കിൽ, മതം ആചാരങ്ങളായിരുന്നുവെങ്കിൽ എന്തിനാണ് ശാന്തിദായകമായ, ക്ഷേമസമ്പൂർണമായ, അതുപോലെ തന്നെ നിർഭയമായ ഒരു ജീവിതാന്തരീക്ഷത്തെ കുറിച്ച് വേറെ ഏറെ അരക്ഷിതമായ ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് ആഹ്വാനം ചെയ്തത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ചില ആളുകൾ പറയാറുള്ള പേര്, നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധന മാത്രമല്ല, അതിൽ ജീവിതവും ഉൾപ്പെടുമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ അതിൽ പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ട്, അതിൽ എക്കണോമിക് കണ്ടന്റ് ഉണ്ട്, അതിൽ പരിസ്ഥിതിയുടെ കണ്ടന്റ് ഉണ്ട്, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിൽ എല്ലാം ഉണ്ട്. മനുഷ്യ ജീവിതത്തെ വേർപിരിക്കാൻ, മനുഷ്യ ജീവിതത്തെ പകുത്തുമാറ്റാൻ ഇസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് യാതൊരു വകുപ്പും കാണുന്നില്ല. ഒരു പ്രവാചകനും അത് നിർവഹിച്ചിട്ടില്ല.
അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലുള്ള പൊളിറ്റിക്കൽ കണ്ടന്റ് അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ്. അബൂബക്കർ സിദ്ദീഖ് ലോകത്ത് സാക്ഷ്യം വഹിച്ച പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ്. ഉമർ അൽ ഫാറൂഖ് ലോകത്ത് സ്ഥാപിച്ചെടുത്ത ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ്. അതിനെക്കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞത്. ഉമർ സ്ഥാപിച്ച ഭരണത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞു. എന്താണ് ഗാന്ധിജി പറഞ്ഞത്? സമാധാനപൂർണമായ ഉമറിന്റെ ഭരണം അത് ഒരു സമുദായത്തിന്റെ ഭരണമല്ല, ഒരു മതത്തിന്റെ ഭരണമല്ല, അതൊരു മതരാഷ്ട്രവാദമല്ല എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ആവിഷ്കാരങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വൈവിധ്യത്തോടുകൂടി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത്, രാഷ്ട്രീയ സങ്കല്പം എന്ന് പറയുന്നത് നീതിയിലധിഷ്ഠിതമാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളാണ്, നീതിയിലധിഷ്ഠിതമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, മഹാനായ പ്രവാചകൻ ജീവിതത്തിലുടനീളം ആ കാലഘട്ടത്തിന്റെ വൈവിധ്യത്തെ ഉൾക്കൊണ്ട പ്രവാചകനായിരുന്നു. ഒരു ഏകശിലാ സമൂഹം എന്ന സാമൂഹ്യ സൃഷ്ടി ഇസ്ലാമിന്റെ സങ്കല്പത്തിലില്ല. മദീനയിൽ വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ന്യൂനപക്ഷമാണ്. വേദക്കാരായ ക്രിസ്ത്യാനികളും ജൂതന്മാരും അവിടെയുള്ള ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തോട് പ്രവാചകൻ കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ കരാറിൽ ഏർപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചത് നിങ്ങൾ ഒറ്റ സമൂഹമാണ് എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് അഭ്യസ്ത വിദ്യരല്ലെന്ന് നാം പരിഗണിക്കുന്ന ഒരു ജനവിഭാഗത്തിനകത്ത് നിന്നുകൊണ്ട് പരിഷ്കൃതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തതിന് ശേഷം ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകൻ നിങ്ങൾ ഒറ്റ സമൂഹമാണെന്ന് പറഞ്ഞപ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പ്രഖ്യാപിച്ച ആ സാമൂഹ്യ ഘടനയിൽ എന്റെ പ്രിയപ്പെട്ട ക്രിസ്തുമതനുയായികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജൂതമതനുയായികൾ ഉണ്ടായിരുന്നു. അവരുടെ ചർച്ചകൾ ഉണ്ടായിരുന്നു, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഒരു ജനതയുടെ എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് എന്നാൽ എല്ലാ സമൂഹത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിനും നീതി ലഭ്യമാക്കുന്ന, ദൈവിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന, തിന്മകളെ ഉച്ചാരണം ചെയ്യുന്ന, നന്മ സംസ്ഥാപിക്കുന്ന നീതിനിഷ്ഠമായ സമാധാനത്തിന്റെ ഒരു പുതിയ ലോകത്തെ കുറിച്ചാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഉദ്ഘോഷിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത് അത്തരമോരോ ലോകക്രമത്തെ കുറിച്ചാണ് എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 5 അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം രൂപം കൊണ്ട് ഇന്ന് വരെ ഇസ്ലാമിക പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് മുസ്ലിം ലോകത്തോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമുദായമേ, പള്ളിയിൽ ഭയപ്പെടുന്ന പടച്ചു തമ്പുരാനെ നിന്റെ കച്ചവടത്തെ നീ ഭയപ്പെടണം, നിന്റെ രാഷ്ട്രീയ രംഗത്ത് നീ ഭയപ്പെടണം, നിന്റെ ധാർമ്മിക രംഗത്ത് നീ ഭയപ്പെടണം, നിന്റെ സമ്പാദ്യ രംഗത്ത് നീ ഭയപ്പെടണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഇവിടെ എവിടെയാണ് സുഹൃത്തുക്കളെ നമുക്ക് വിയോജിക്കേണ്ടതായിട്ട് വരുന്നത്? ഉമറിന്റെ ഭരണത്തെക്കുറിച്ച് പാതിരാ പ്രഭാഷണങ്ങളിൽ സംസാരിക്കുന്ന ഉമറിന്റെ ഭരണത്തെക്കുറിച്ച് ഗാന്ധിജി വരെ പരാമർശിച്ച അത്തരം നീതിയിൽ അധിഷ്ഠിതമായ രാജ്യത്തിന്റെ വൈവിധ്യം ഉൾക്കൊള്ളുന്ന, സമാധാനത്തോടുകൂടി ജീവിക്കുന്ന, ദൈവിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ശാന്തിദായകമായ ഒരു ലോകത്തോട് നമുക്കിവിടെയാണ് വിയോജിക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു ലോകക്രമത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് വളരെ സമാധാനപരമായി ജനാധിപത്യപരമായും ഒരു പ്രസ്ഥാനത്തിന് പറഞ്ഞുകൂടാ. ഇവിടെ വാളെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നവരുണ്ട്, ബോംബെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നവരുണ്ട്, യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നവരുണ്ട്, മതവൈരവും വൈരാഗ്യവും കുത്തിച്ചെലുത്തുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നു, 6-7 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിനിടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിനകത്തുള്ള സംഘടനകളെ കുറിച്ചോ ഇത്തരം മത രാഷ്ട്രീയ സംഘടനകളെ കുറിച്ചോ ആ അർത്ഥത്തിലുള്ള സമീപനം നിങ്ങൾ കേൾക്കുകയില്ല. അങ്ങനെയുള്ള സമീപനവും ദൈവവിരുദ്ധമാണ്. എല്ലാ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളാൻ, എന്നിട്ട് അതിനോട് സംവദിക്കാൻ, ആരോഗ്യകരമായി സംവദിക്കാൻ, ആശയപരമായ പ്രബോധനം എല്ലാ വിഭാഗത്തോടും നടത്താൻ, സമാധാനത്തോടുകൂടി പ്രവർത്തിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ആ അർത്ഥത്തിലുള്ള മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സമാധാനത്തോടു കൂടിയാണ് പ്രവർത്തിക്കാൻ കഴിയുക. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് പരിശോധിക്കാം, അത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയോട് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട്, പക്ഷേ പലപ്പോഴും അവരവരുടെ സംഘടനകൾക്കകത്ത് പോലും
അത്തരത്തിലുള്ള ജനാധിപത്യ നടപടികൾ ഒരർത്ഥത്തിലും പരീക്ഷിക്കാൻ കഴിയാത്ത വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ജനാധിപത്യത്തെ കുറിച്ച് പറയാറുള്ളത്. വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുന്നു, 4 വർഷം കൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യപരമായി അതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ അഖിലേന്ത്യാ അമീർ ആജീവനാന്ത അമീറല്ല, അതിന്റെ സംസ്ഥാന അമീർ ആജീവനാന്ത അമീറല്ല, അതിന്റെ പ്രാദേശിക ഏരിയ ഘടകങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആജീവനാന്ത നേതാക്കന്മാരല്ല. ഓരോ 4 വർഷം കൂടുമ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തെ വിലയിരുത്തുകയും അതുപോലെ തന്നെ മാറ്റം വരുത്തേണ്ട ഇടങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 4 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന 4 വർഷം കൂടുമ്പോൾ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് നയനിലപാടുകൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന പ്രസ്ഥാനം, ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന പ്രസ്ഥാനം, സമൂഹത്തോടൊപ്പം അവരുടെ വളർച്ചയ്ക്ക് അനുഗുണമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. അതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമായ ദൗത്യം രഹസ്യമല്ല, വളരെ പരസ്യമാണ്. അതിന്റെ പോളിസി പ്രോഗ്രാം നിങ്ങൾക്കേവർക്കും വായിക്കാവുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങൾ കേട്ട ജമാഅത്തെ ഇസ്ലാമിയോ ഞങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോ എന്നിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഞങ്ങളെ കുറിച്ചുള്ള അനുഭവവും നോക്കിയിട്ട് നിങ്ങൾ നിലപാടെടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനം അധർമ്മത്തോടും അനീതിയോടും വെച്ചു പുലർത്തുന്ന അതിശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, കോംപ്രമൈസ് ഇല്ലാത്ത സമീപനം ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രതിയോഗികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യമുള്ളവരിൽ നിന്ന്, മതസങ്കുചിതത്വം വെച്ചു പുലർത്തുന്നവരിൽ നിന്ന്, മതപൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ തനതായ മൗലികതയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ വിമർശനങ്ങളുടെ ശരങ്ങളേറ്റുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം സുതാര്യമാണ്. അതൊന്നാമതായി പ്രവർത്തിക്കുന്നത് അതിന്റെ ആശയ പ്രചരണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിത്തറയിൽ വ്യക്തിയെയും സമൂഹത്തെയും കുടുംബത്തെയും വാർത്തെടുക്കാൻ കഴിയുന്ന ചരിത്രത്തിൽ പ്രവാചകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിചയപ്പെടുത്തിയ വിപ്ലവ ദർശനം ഈ കാലഘട്ടത്തിലെ ജനതയോട് അത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 4 കെട്ടുന്ന എന്നിട്ട് 5ാമത് വേറൊന്ന് കെട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ അട്ടിപ്പേറുമായി കിടക്കുന്ന എല്ലാ ജീർണതകളുടെയും മൊത്തക്കുത്തക അവകാശപ്പെടുന്ന സംവരണം പോലുമില്ലാതെ എല്ലാ ജീർണതകളിലും അനുവദിക്കപ്പെട്ടതിൽ കവിഞ്ഞ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ജീർണിച്ച ഒരു സമുദായത്തിന്റെ പ്രാതിനിധ്യമല്ല ലോകത്തെ ഇസ്ലാം ആഗ്രഹിക്കുന്നത്. മറിച്ച് മണ്ണിനോടും മനുഷ്യനോടും അതുപോലെ തന്നെ ചുറ്റുപാടിനോടും അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവദിക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ള നീതിനിഷ്ഠയുള്ള ഒരു പുതിയ തലമുറയാണ് ഇസ്ലാം ലോകത്ത് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ നീതിയുടെ ദർശനത്തിന്റെ പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകപക്ഷീയമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. ഇസ്ലാമിക പ്രസ്ഥാനം മറ്റുള്ള വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഹിന്ദു മുസ്ലിം ഡയലോഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിലുള്ള ഡയലോഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ക്രിസ്തുമതവും ഇസ്ലാമും തമ്മിലുള്ള ഡയലോഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം മറ്റൊരു വിഭാഗത്തോടല്ല ജമാഅത്തെ ഇസ്ലാമി പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനം വളരെ ആ കാലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മതസമൂഹത്തിനകത്ത് അവരവരുടെ താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വൈരത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വിത്തുവാകുന്ന അധിനിവേശ ശക്തികളുടെ പിന്മുറക്കാൻ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടി ചില കാര്യങ്ങൾ ഈ രാജ്യത്ത് സാധിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മതസമൂഹങ്ങൾക്കിടയിൽ മതത്തിന്റെ അതിർവരമ്പുകൾ സൃഷ്ടിച്ച, അതിർവരമ്പുകൾക്കപ്പുറത്ത് തകർക്കാൻ കഴിയാത്ത തെറ്റിദ്ധാരണയുടെ പുകമറ സൃഷ്ടിച്ച, എന്നിട്ടതിൽ നിന്ന് വോട്ട് ബാങ്ക് കുഴപ്പിക്കുന്ന സാമുദായികതയ്ക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് മതസമൂഹങ്ങൾ അവരുടെ വാതായനങ്ങൾ തുറന്നു വെക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനിയുടെ, മുസൽമാന്റെ, കമ്മ്യൂണിസ്റ്റുകാരന്റെ, സോഷ്യലിസ്റ്റുകളുടെ എല്ലാവരും അവരവരുടെ ആശയപരമായ വാതായനങ്ങൾ തുറന്നു വെക്കുകയും തുറന്ന സംവാദങ്ങൾ അവർക്കിടയിൽ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ സന്യാസിമാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. അവരുമായി മാന്യമായി ജമാഅത്തെ ഇസ്ലാമി ആശയ സംവാദം നടത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ
മാനിച്ചിട്ടുണ്ട്, അവരെ പരിഗണിച്ചിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങളുടെ സർഗാത്മകമായ സംവാദത്തിലൂടെ പുഷ്കലമാകുന്ന ഒരു പുതിയ കേരളത്തെ, ഒരു പുതിയ ഇന്ത്യയെ, ഒരു പുതിയ ലോകത്തെയാണ് യഥാർത്ഥത്തിൽ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിഭാവന ചെയ്യുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചൊല്ലടാ കലിമ എന്നിട്ട് ചൊല്ലിത്താ മാപ്പളെ എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തിലെ പഴംപുരാണങ്ങൾ വെച്ചുകൊണ്ടുള്ള തെറ്റിദ്ധാരണാ പ്രചരണമല്ല. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ആശയത്തെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മതസംവാദത്തെ കുറിച്ച്, ആശയ സംവാദത്തെ കുറിച്ച്, വൈവിധ്യങ്ങളെ പുഷ്കലമാക്കുകയും പുട്ടിപ്പെടുത്തുകയും ചെയ്യുന്ന സർഗാത്മകമായ സംവാദത്തെ കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആദർശ പ്രബോധനത്തിന്റെ വഴിയായി കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾ വാളുകൊണ്ട് സംസാരിക്കുന്നവരല്ല, ഞങ്ങൾ കായികമായി സംസാരിക്കുന്നവരല്ല. പുഞ്ചിരിയോടുകൂടി വളരെ സുന്ദരമായി നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് തന്നെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, വലിയ ജനാധിപത്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, ലോകത്തെ പല വിപ്ലവങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി തീത്തുപ്പുന്ന തോക്കില്ലാതെ പീരങ്കിയില്ലാതെ കവിത തുളുമ്പുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് തവക്കുൽ കർമാൻ എന്ന് പറയുന്ന ഒരു പെൺകുടി നിങ്ങൾക്ക് മുമ്പിൽ എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ. നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്ന തവക്കുൽ കർമാൻ. എന്താണ് തവക്കുൽ കർമാന്റെ സ്പേസ് ഇന്ന് ലോകത്ത്? പുഞ്ചിരിയോടുകൂടിയല്ലാതെ നിങ്ങൾ അവിടെ കണ്ടിട്ടില്ല. മാത്രമല്ല അവർ ആയുധം നിങ്ങൾ അവരുടെ കയ്യിൽ കണ്ടിട്ടില്ല. ഒരു വലിയ ജനാധിപത്യ വിപ്ലവത്തിന്, രക്തരൂക്ഷിതമായ സംഘട്ടനത്തിന് വഴിയൊരുക്കുന്ന ഭരണകൂടത്തോട് വളരെ സമാധാനപരമായ ഒരു വിപ്ലവത്തിന് തവക്കുൽ കർമാൻ ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇസ്ലാമിന്റെ മൗലികതയാണ്. ഐഡിയോളജിക്കൽ പവർ അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്തോട് സംവദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും ആശയപരമായ പ്രബോധനം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നിർവഹിക്കുന്ന, ഇന്ത്യയിൽ നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ സമുദ്ധാരണമാണ്. ഇസ്ലാം എന്ന് പറയും മതം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏതോ അർത്ഥത്തിൽ അംഗീകരിക്കുകയും ജീവിതത്തെ തോന്നിയതുപോലെ ചിലവഴി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സമുദായത്തിലുണ്ട്. അവരിൽ ക്രിമിനലുകളുണ്ട്, അവരിൽ മാഫിയകളുണ്ട്, അവരിൽ മദ്യപാനികളുണ്ട്. ഞാൻ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾക്ക് മദ്യപാനികളെ കണ്ടെത്തുക സാധ്യമല്ല. ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിൽ നിങ്ങൾക്ക് പലിശക്കാരനെ കണ്ടെത്തുക സാധ്യമല്ല. ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയിൽ അസാൻമാർഗികമായ സ്വഭാവത്തിൽ സമ്പത്ത് സമ്പാദിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. ധാർമ്മികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരവരുടെ പ്രവർത്തകരെ സംസ്കരിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഒന്ന് ആശയ പ്രചരണം, രണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദൗത്യം അതിന്റെ പ്രവർത്തകരെ മാതൃകാ പ്രവർത്തകരാക്കി മാറ്റുക എന്നുള്ളതാണ്. അവരുടെ വിവാഹത്തിൽ നിങ്ങൾ ജാടകൾ കാണുകയില്ല, അവരുടെ വിവാഹത്തിൽ നിങ്ങൾ സ്ത്രീധനം ദീക്ഷിക്കുകയില്ല, അവരുടെ വിവാഹത്തിൽ നിങ്ങൾ അനാചാരങ്ങൾ കണ്ടെത്തുകയില്ല. അവരുടെ വിവാഹത്തിലും വീടിലും കുടുംബത്തിലും കൂട്ടുകുടുംബ ഘടനയിലും അയൽബന്ധങ്ങളിലും എല്ലാവരോടും ബാധ്യത പൂർത്തീകരിക്കുന്ന പരമാവധി നീതിമാന്മാരായ കുടുംബങ്ങളെ വാർത്തെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ജമാഅത്തുകാരെ പരിശോധിക്കാം. ഇത് വെറും വർത്തമാനമല്ല. ഇങ്ങനെ ഏതൊരു സംഘടനക്കാണ് ഞങ്ങളിൽ മദ്യപാനികളില്ല എന്ന് പറയാൻ കഴിയുക, ഞങ്ങളിൽ സാമ്പത്തിക കൃത്രിമം നടത്തുന്നവരില്ല എന്ന് പറയാൻ കഴിയുക? ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ കൂടി സംസ്കരിക്കണമെന്ന് ജമാഅത്ത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മതസംഘടനകളോട് പറയുന്നത് സമ്പൂർണമായ അർത്ഥത്തിൽ നിങ്ങൾ ദീനിലേക്ക് വരണം. പടച്ചവനെ പള്ളിയിൽ ഭയപ്പെടുകയും പടപ്പറമ്പിലിറങ്ങിയാൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്തെ കൂടിക്കറിയുകയും ചെയ്യുന്ന നിരുത്തരവാദപരമായ സമീപനം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അള്ളാഹുവിനെ ഏതളവിൽ ഭയപ്പെടുന്നുവോ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ അള്ളാഹുവിനെ നിങ്ങൾ പരിപൂർണമായ അർത്ഥത്തിൽ ഭയപ്പെടണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമി നിർവഹിക്കുന്നത് സാമൂഹ്യ സംസ്കരണമാണ്, സമുദായ സംസ്കരണമാണ്. മൂന്നാമത് ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിക്കുന്നത് സേവന പ്രവർത്തനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ സമൂഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ മതസംഘടനകളിൽ ഒരു മതസംഘടനയായിട്ടുണ്ടരുത്, ഒരു സാമുദായിക സംഘടനയായിട്ടുണ്ടരുത്. ജമാഅത്തെ ഇസ്ലാമി സാമുദായികതക്കെതിരാണ്. എന്റെ സമുദായം
റൈറ്റ് ഓർ റോങ് മൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന തെറ്റായാലും ശരിയായാലും എന്റെ സമുദായം എന്ന് പറയുന്ന സാമുദായികതയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി എതിരാണ്. അതുകൊണ്ടാണ് വിഭജനത്തോട് ജമാഅത്തെ ഇസ്ലാമി വിയോജിച്ചത്. വിഭജനത്തോട് ജമാഅത്തെ ഇസ്ലാമി വിയോജിച്ചത് അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇസ്ലാമിക പ്രസ്ഥാനം സാമുദായികതയ്ക്കെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സേവന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കാം. ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ 5-6 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ രാജ്യം നെട്ടലോടുകൂടി കേട്ട, രാജ്യം സ്തംഭിച്ചുപോയ നിരവധി ഘട്ടങ്ങളുണ്ട്. ഒന്നുകിൽ കലാപങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട്. ഈ 2 ദുരന്തങ്ങളിലും മനുഷ്യ സമൂഹം സ്തംഭിച്ചു നിന്നപ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയ ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾക്കറിയാം, വിഭജനാനന്തര ഇന്ത്യ വർഗീയ കലാപങ്ങൾ നക്കിത്തുടച്ച ഇന്ത്യയാണ്. ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ നിന്ന് ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും ഇന്ത്യ വേദനയോടെയും നെട്ടലോടുകൂടിയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ ഈ ദുരന്ത ഭൂമികളിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി കടന്നു ചെന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിലും ലാത്തൂരിലെയും കില്ലാരിയിലെയും ഉസ്മാനാബാദിലെയും ഭൂകമ്പത്തിലും ഈ കൊച്ചു കേരളത്തെ കിടിലം കൊള്ളിച്ച സുനാമി ദുരന്തത്തിലും ആരാണ് ഓടിയെത്തിയത്? നിങ്ങൾക്കറിയാമല്ലോ, ആറാട്ടുപുഴയിലെയും തൃക്കുന്നപ്പുഴയിലെയും സുനാമിക്ക് ശേഷം രാജ്യത്ത് അവിടെയുള്ള തീരപ്രദേശത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യന്മാർ. അതാണല്ലോ സംഭവിച്ചത്. ഒരു സുപ്രഭാതത്തിൽ മലകണക്കെ വന്ന തിരമാലകൾ തീരത്ത് താമസിക്കുന്ന സാധാരണക്കാരന്റെ കുടിലുകളും കുട്ടികളും തട്ടിയെടുത്തിട്ട് കടലിന്റെ അങ്ങേ തലക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് മനുഷ്യ കവന്തങ്ങളായി തീരത്ത് കുന്നുകൂട്ടിയ സന്ദർഭം നമ്മളൊക്കെ വിസ്മരിച്ചു പോയിട്ടുണ്ടോ? അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുമാന്യനായ അസിസ്റ്റന്റ്, ഇപ്പോഴത്തെ ഹൽക്ക അമീർ, അന്നൊരു മനുഷ്യാവകാശ യാത്ര നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര എറണാകുളത്ത് കാലപ്പുഴയിൽ അവസാനിച്ചിട്ട് അദ്ദേഹം യാത്ര നടത്തിയത് 10 കോടിയുടെ കാറിലല്ല മക്കളെ. അദ്ദേഹം യാത്ര നടത്തിയത് ഒരു ടെമ്പോ വാനിനകത്തായിരുന്നു. ആ ടെമ്പോ വാനിലെ നോട്ടീസുകളും അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്ന ബുക്ക്ലെറ്റുകളും പുറത്തേക്ക് എറിഞ്ഞിട്ട് ആ ടെമ്പോ വാൻ കുതിച്ചത് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഭാഗത്തേക്കാണ്. ആദ്യമായി ഗർഭിണികളെയും സ്ത്രീകളെയും വഹിച്ചുകൊണ്ടുള്ള വാൻ പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാഹനജാഥയുടെ വാനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നിന്നും അങ്ങോട്ട് കേരളത്തിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നും സായിപ്പിന് നീന്താൻ പഠിപ്പിക്കാനും അതുപോലെ തന്നെ മുങ്കാൻകുഴിയിടാൻ പഠിപ്പിക്കാനും ചൂണ്ട കൊണ്ട് മീൻ പിടിക്കാൻ പഠിപ്പിക്കാനും ഒക്കെ ഈ പാവപ്പെട്ട സുനാമി ദുരിതബാധിതരുടെ പേരിൽ പിരിച്ച പണം കൊണ്ടാണ്. 2 കോടിയിലധികം വരുന്ന പണം ഈ രാജ്യത്തെ കേരളീയ സമൂഹത്തിൽ നിന്ന് ഈ കൊച്ചു പ്രസ്ഥാനം ശേഖരിക്കുകയുണ്ടായി. ആ പൈസയുടെ, ആ പണത്തിന്റെ കണക്ക് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കി കേരളത്തോട് പറയാൻ കഴിയുന്ന ഏത് പ്രസ്ഥാനമാണുള്ളത്? ഒരേത് ഭരണകൂടമാണുള്ളത്? ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ കഴിയും, അണതുവെച്ച് ചിലവഴിച്ചത് എവിടെയാണ്? അതിൽ ഹിന്ദുവാണല്ലോ, അതിൽ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളാണല്ലോ, അതിൽ ഞങ്ങൾ മതത്തിന്റെ കണ്ണ് കണ്ടിട്ടില്ല. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വിശപ്പിന് മതമില്ല, ദാഹത്തിന് മതമില്ല, വസ്ത്രത്തിന് മതമില്ല, വിദ്യാഭ്യാസത്തിന് മതമില്ല, കേറിക്കിടക്കുന്ന കൂരക്കുണ്ടോ മതം. അതുകൊണ്ട് മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ പരിഗണിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി മനുഷ്യനെയാണ് നോക്കിയത്. അർഹതപ്പെട്ടതിൽ ഏറ്റവും അർഹതപ്പെട്ടവൻ, വീട് സ്വപ്നം കാണാൻ കഴിയാത്തവൻ, വസ്ത്രം സ്വപ്നം കാണാൻ കഴിയാത്തവൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വകയില്ലാത്തവർ, ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം അവരുടെ സമ്പത്തിന്റെ സക്കാത്തിന്റെ വലിയ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റെടുത്തത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സേവന പ്രവർത്തനം. എപ്പോഴും സജ്ജനായി നിൽക്കുന്ന, ഏത് ഘട്ടത്തിലും വിളിക്കുത്തരം നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വളണ്ടിയർ എന്ന് പറയാവുന്ന അഥവാ സേവനത്തിന്റെ സന്നദ്ധമായ ഒരു സംഘത്തെ വളർത്തിയെടുക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ജമാഅത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലെ മതസംഘടനകളുടെ വേദികളിൽ ചെല്ലണം, അവരുടെ വേദിയിൽ ചെന്നാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക ജമാഅത്തെ ഇസ്ലാമി എന്തല്ല എന്നതാണ്. അതുകൊണ്ട് മറ്റു സംഘടനകളെ വിശദീകരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി വേദി കെട്ടാറില്ല. നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ വ്യാപകമായ ഒരു കാര്യമാണ് അവർ പിരിക്കുന്ന പണം, അവർ അധ്വാനിക്കുന്ന അധ്വാനം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ക്രിയാത്മകമായ മേഖലയിലല്ല, അതുപോലെ തന്നെ നിർമ്മാണാത്മകമായ മേഖലയിലല്ല. അവർ മറ്റുള്ളവരെ തല്ലാൻ, മറ്റുള്ളവരെ തൊഴിക്കാൻ, മറ്റുള്ളവരെ കുറിച്ച് വിമർശനങ്ങൾ അയക്കാൻ,
അതിനാണ് നമ്മുടെ മതസംഘടനകൾ അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ അധിക്ഷേപിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടത്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വേദി, ഇസ്ലാമിക പ്രസ്ഥാനം ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുവാനുള്ള വേദിയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതിനപ്പുറം ജമാഅത്തെ ഇസ്ലാമി ആരുടെയും ശത്രുവല്ല. ആരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിയോഗി? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, പല സംഘടനകൾക്കും പ്രതിയോഗികളുണ്ട്, ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിയോഗികളുണ്ട്, മതസംഘടനകൾക്ക് പ്രതിയോഗികളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിയോഗി യഥാർത്ഥത്തിൽ തിന്മ മാത്രമാണ്. ഇത് ഇടതിന്റെ കൂടെയാണോ? അല്ല. ഇത് വലതിന്റെ കൂടെയാണോ? അല്ല. ഇടത്തും വലത്തുമല്ലേ? അല്ല. ജമാഅത്തെ ഇസ്ലാമി നന്മയോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇടത്തു നിന്നും വലത്തു നിന്നും വിമർശനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമ്മിക്കളിയിൽ വാല് വെച്ചിട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്താമെന്ന തെറ്റിദ്ധാരണ ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അതുകൊണ്ട് ആർജവത്തോടുകൂടി ദൈവത്തെ മാത്രം ഭയപ്പെടുകയോ ദൈവഹിതത്തിന് മാത്രം പരിഗണന കൊടുക്കുകയോ മനുഷ്യർക്ക് നീതി സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നത് വരെയുള്ള ആദർശ പോരാട്ടത്തിന്റെ പാതയിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രയാണം ആരംഭിച്ചത്, അതിന്റെ പ്രയാണം തുടരുന്നത്, അതിന്റെ പ്രയാണം മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. കോംപ്രമൈസ് നീതിയുടെ കാര്യത്തിലില്ല, അധർമ്മത്തിന്റെ കാര്യത്തിലില്ല, അക്രമത്തിന്റെ കാര്യത്തിലില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തെ പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ജമാഅത്തെ ഇസ്ലാമി വർഗീയതക്കെതിരാൻ, ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിനെതിരാൻ, ജമാഅത്തെ ഇസ്ലാമി ആഗോളീകരണത്തിനും സാമ്രാജ്യത്വ അധിനിവേശത്തിനുമെതിരാൻ എന്തുകൊണ്ടാണ് എതിരായത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കേരളീയ പശ്ചാത്തലത്തിൽ നിന്നോ കേരളത്തിന്റെ ഇടതു പൊതുബോധം അങ്ങനെ ഒന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. അവിടെ നിന്നോ രൂപപ്പെടുത്തിയെടുത്തതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അത് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ഉയരെടുത്ത നിലപാടാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വളരെ കൃത്യമായി മഹാനായ പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലൈസ മിന്നാ മൻ ദഅ ഇലൽ ജാഹിലിയ്യ മൻ ദഅ ഇലൽ അസ്മിയ്യ, നമ്മിൽപ്പെട്ടവനല്ല. അഥവാ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, പക്ഷപാതത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചോ. ലൈസ മിന്നാ മൻ ഖാതല അലൽ അസ്മിയ്യ, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചോ. ലൈസ മിന്നാ മൻ മാത അലൽ അസ്മിയ്യ, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട പോലെ വർഗീയതയ്ക്ക് വേണ്ടി മരണപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചോ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കുരുതി കൊടുക്കപ്പെട്ടവൻ രക്തസാക്ഷിയല്ല. അവൻ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത്. ഞങ്ങൾ ആ നോക്കിയിട്ടല്ല, അർത്ഥം നോക്കിയിട്ടല്ല, സമുദായത്തിന്റെ നേതാക്കൾ നോക്കിയിട്ടല്ല, രാഷ്ട്രീയ മേലാളന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ നോക്കിയിട്ടല്ല, സർവേശ്വരനായ ദൈവം തമ്പുരാൻ മനുഷ്യന് നീതിയായി വർഷിക്കേണ്ടുന്ന ദൈവം തമ്പുരാന്റെ നീതി നോക്കിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് വർഗീയ പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് ചേർത്ത് വെക്കുക സാധ്യമല്ല. നിങ്ങൾക്ക് പരിശോധിക്കാം 7 പതിറ്റാണ്ടിന്റെ ചരിത്രത്തെ. ഞങ്ങൾ പലപ്പോഴും വെല്ലുവിളിക്കാറുള്ള കാര്യമാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നടന്ന കലാപങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ പറയപ്പെട്ട കലാപങ്ങളിൽ കലാപാനന്തരമുള്ള മനുഷ്യന്റെ പുനർനിർമ്മാണത്തിന് ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം കൂർത്തിണക്കുന്നതിനല്ലാതെ കലാപങ്ങളിൽ രീതിയിൽ എണ്ണയൊഴിക്കുന്ന ഏതെങ്കിലും ഒരു സമീപനത്തിൽ ഒരു പെറ്റി കേസിൽ ഒരു ജമാഅത്തുകാരൻ നിങ്ങൾ കണ്ടെത്തുക സാധ്യമല്ല. മാറാട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടോ? കേരളം സ്തംഭിച്ചു പോയ ഘട്ടം, 8-9 പേരെ മനുഷ്യ മക്കളെ അതിക്രൂരമായി തീവ്രവാദത്തിന്റെ കുരുതി കൊടുക്കപ്പെട്ട ഘട്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 5-8 ആംബുലൻസുകളിലായി ഈ കുരുതി കൊടുക്കപ്പെട്ട മനുഷ്യരുടെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിരനിരയായി വർഗീയതയുടെ തീതുപ്പുന്ന അനൗൺസ്മെന്റിന്റെ അകമ്പടിയോടുകൂടി മനുഷ്യ മൃതദേഹം അന്ന് മാറാടേക്ക് കുതിച്ച ഒരു ഘട്ടമുണ്ട്. കേരളം തരിച്ചിരുന്ന ഘട്ടം, പൊട്ടാനിരിക്കുന്ന അഗ്നിപർവ്വതം കണക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടം നിങ്ങൾ പക്ഷേ ഓർക്കുന്നുണ്ടാകും. ആ മാറാടിന്റെ പിന്നിൽ ആര് എന്ന് ഒരു പക്ഷേ അകത്ത വർത്തമാനങ്ങൾ അറിയുന്നവർക്കറിയാം. സാധാരണക്കാരിൽ അറിയില്ല എന്നതാണല്ലോ നമ്മളെയൊക്കെയുള്ള നാട്ടിലുള്ള രാഷ്ട്രീയ മേധാവിമാരുടെ സുരക്ഷിതത്വം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാറാട് സംഭവത്തിൽ ഈ പരസ്പരമുള്ള വൈരത്തിന്റെ പിന്നിൽ ഈ രാജ്യത്തെ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കില്ലേ? അതിൽ പിടിക്കപ്പെട്ടവർക്ക് രാഷ്ട്രീയ ഗൂഢാലോചനത്തിന്റെ പിന്നിലില്ലേ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ പറയുന്നതല്ല. ആ അർത്ഥത്തിൽ കേരളം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഹൽഖ അമീർ മാറാട്ടേക്ക് ചെന്നിട്ടുണ്ട്. ഒരു മുസൽമാൻ കാലുകുത്താൻ മടിക്കുന്ന മാറാടിന്റെ മണ്ണിലേക്ക് ആ ഘട്ടത്തിൽ
ജ്വലിച്ചു നിൽക്കുന്ന കത്തി നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ തീയണക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ ചെന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അന്ന് സൗഹൃദ കേരളത്തിന് യുവജനാഹ്വാനം എന്ന് പറഞ്ഞ ഗ്രാമങ്ങളിലേക്ക്, കുടിലുകളിൽ കുടില മനസ്സുമായി കുടികൊള്ളുന്ന കുടില ഹൃദയങ്ങളിലേക്ക് അന്ന് ജമാഅത്തെ ഇസ്ലാമി സൗഹൃദത്തിന്റെ സന്ദേശവുമായി കടന്നു ചെന്നിട്ടുണ്ട്. ചരിത്രം പഠിക്കണം. ഇന്ത്യയിൽ എണ്ണയൊഴുക്കുന്ന മത രാഷ്ട്രീയ വർഗീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യബന്ധങ്ങളെ വിളക്കി തീർക്കുന്ന സൗഹൃദത്തിന്റെ സന്ദേശവുമായി കടന്നു ചെന്ന ചരിത്രവും പാരമ്പര്യവുമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിനെതിരാണ്. ഒരിക്കലും മാധ്യമ സമൂഹം എന്ന നിർവചനത്തിന്റെ പുറത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്ത് നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടെത്താൻ കഴിയും. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഒരു വ്യക്തിയെ വധിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ വധിക്കുന്നതിന് സമാനമാണ്. ഒരു വ്യക്തിയെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ ജീവിക്കാൻ അനുവദിക്കുന്നതിന് സമാനമാണ് എന്ന് പഠിപ്പിച്ച തത്വശാസ്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വശാസ്ത്രം. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ ഘട്ടങ്ങളിൽ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ അന്തരീക്ഷത്തിൽ പോലും പ്രതിയോഗിയോട് കയ്യാങ്കളിയിൽ ഇടപെട്ട സമീപനം ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കാറില്ല. സമാധാനത്തിന്റെ വഴിയിൽ സമാധാനത്തോടുകൂടി സമാധാനത്തിന് വേണ്ടി സമാധാനപൂർണമായ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആദർശ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതങ്ങനെയായത് ദൈവിക ദർശനത്തിന്റെ തേട്ടം നീതിയും സമാധാനവുമായത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രെഡിറ്റ് അല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, സാമ്രാജ്യത്വത്തോട് ജമാഅത്തെ ഇസ്ലാമി വിയോജിച്ചതും അതുകൊണ്ട് തന്നെയാണ്. സാമ്രാജ്യത്വത്തോട് ഇസ്ലാമിക പ്രസ്ഥാനത്തോട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വിയോജിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിലെടുത്ത നിലപാടുകൾ പരിശോധിക്കുക. ആ നിലപാടുകളിലെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനം കാത്തു സൂക്ഷിച്ച നിലപാട് ഇത് തന്നെയാണ്. വിഭജനത്തെ ജമാഅത്തെ ഇസ്ലാമി എതിർത്തു. എന്തിനാണ് വിഭജനത്തെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എതിർത്തത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതാണ്. എന്തിന് ജമാഅത്തെ ഇസ്ലാമി വിഭജനത്തെ എതിർത്ത്? മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാര വിഭജനത്തോടൊപ്പം നിലയുറപ്പിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി വിഭജനത്തോട് വിയോജിച്ചത്. സാമുദായിക ശക്തികളോട് അന്ന് എതിരിട്ടത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വേദി മൂലം അന്ന് കൈയേറ്റം ചെയ്യപ്പെട്ടത്. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുന്ന അന്ന് ഇസ്ലാമിക പ്രസ്ഥാനം പിച്ചവെക്കുന്ന കാലയളവാണ്. പിന്നീട് ഫാസിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആഗോളീകരണ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും പണയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ രാജ്യത്തോടൊപ്പം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം സ്വയം നിർണയാവകാശത്തോടൊപ്പം നിലയുറപ്പിക്കുവാൻ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യം വർഗീയതയിലേക്ക് കൂപ്പുകുത്തുന്ന ഘട്ടത്തിൽ ഫാസിസത്തിനെതിരെ മതേതര കൂട്ടായ്മക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. രഥയാത്രയിലൂടെയും ഏകതായാത്രയിലൂടെയും ദക്ഷിണാന്യാസത്തിലൂടെയും ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിലൂടെയും ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ടോരത്ത് നിർത്തി അവക്കിടയിലൂടെ റോഡ് വെട്ടി എന്നിട്ട് ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയിരിക്കുവാനുള്ള വർഗീയ ഫാസിസത്തിന്റെ തേരോട്ടത്തെ തടയിടുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ നടത്തുവാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആഗോളീകരണ നയത്തെ എതിർത്തപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിച്ചോ, ഇതെന്ത് പറ്റി ജമാഅത്തെ ഇസ്ലാമിക്ക്? ആഗോളവൽക്കരണം എങ്ങനെയാണ് ഇസ്ലാമുമായി മതസംഘടനകളുമായി ഏറ്റുമുട്ടുന്നത്? നിങ്ങൾ മതസംഘടനയാണോ അല്ല രാഷ്ട്രീയ സംഘടനയാണോ? അന്നും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞോ, ഈ ആഗോളീകരണ നയങ്ങളോ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശമോ UPA സർക്കാർ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കരാറുകളോ രാജ്യവിരുദ്ധമാണ്, സമുദായ വിരുദ്ധമാണ്, സൗഹൃദ വിരുദ്ധമാണ്, രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കെതിരാണ്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന അധിനിവേശ ശക്തികൾ ഇന്ത്യയിൽ അധിനിവേശം നടത്തുന്നതിന് ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെ തകർക്കുക എന്നതാണ് അവരുടെ നിഗൂഢതന്ത്രം എന്ന് ജമാഅത്തെ ഇസ്ലാമി ഉച്ചയിത്രം പ്രഖ്യാപിച്ചതാണ്. CIA-യുടെ അതുപോലെ തന്നെ FBI-യുടെ മൊസാദിന്റെ അതേപോലെ തന്നെ ഈ രാജ്യത്ത് നമ്മൾ അറിയാവുന്നതുപോലെ തന്നെ അമേരിക്കൻ അധിനിവേശ ശക്തികളുടെ അമിതമായ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് നിരന്തരമായ ഭീകരാക്രമണങ്ങൾ വഴിയൊരുക്കി. രാജ്യത്ത് നടന്ന ഓരോ ഭീകരാക്രമണത്തിന്റെയും അടിമയിൽ അന്വേഷിക്കുന്നവർ എത്തിപ്പെടുന്നത് ആഗോള ഇടപെടലുകളുമായി ബന്ധപ്പെട്ടാണ്, IB-യുമായി ബന്ധപ്പെട്ടാണ്,
അത്തരത്തിൽ രാജ്യത്തിന്റെ സ്വത്യം തകർക്കുന്ന സാമ്രാജ്യത്വ അധിനിവേശത്തോട് എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി വിയോജിച്ചത് എന്ന് ഒരുപക്ഷെ ഇന്ന് മുസ്ലിം സമൂഹം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ അബ്ദുൽ നാസർ മൗദൂദിയോട് നമുക്ക് വിയോജിക്കാം, അദ്ദേഹത്തിന്റെ നയനിലപാടുകളോട് ഒരു സംഘടന എന്ന അർത്ഥത്തിൽ വിയോജിക്കാം. ഒരുപക്ഷെ 9.5 വർഷക്കാലം നിരപരാധിയായ ഒരു മനുഷ്യനെ തുറുങ്കിലടക്കുകയോ എന്നിട്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് പുറത്തു വരികയോ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 9.5 വർഷക്കാലം കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തിത്വത്തെ തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജ്യത്ത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കെ പ്രബുദ്ധ കേരളത്തിന്റെ നടുമുറ്റത്ത് നിന്ന് സുന്ദരമായ ഒരു പുഷ്പത്തെ പോലെ പിടിച്ചുകൊണ്ടുപോയി അങ്ങ് ബാംഗ്ലൂരിലെ തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തതിനു ശേഷം എന്തേ നമ്മുടെ പ്രബുദ്ധത നഷ്ടപ്പെട്ടു പോയി, എന്തേ നമ്മുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയി, എന്തേ അതിന്റെ ന്യായാന്യായങ്ങൾ നമ്മൾ അന്വേഷിക്കാതെ പോയി? ഞാൻ പറയുന്നു, ഇത്തരം പ്രതീകങ്ങളെ, ഇത്തരം ഭീകരതയുടെ സിംബലുകളെ നീതികളുടെ പിൻബലത്തോടുകൂടി പ്രതിഷ്ഠിക്കുന്നതിന്റെ പേരിൽ ആഗോള അജണ്ട ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭരണകൂടങ്ങൾ, മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ആഗോള സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ അജണ്ടക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സമകാലിക ഇന്ത്യ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പട്ടിണിയല്ലല്ലോ നമ്മുടെ ഭരണകൂടത്തിന്റെ പണി, പട്ടിണി മാറ്റലല്ലോ നമ്മുടെ ഭരണകൂടത്തിന്റെ പണി, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കലല്ലോ നമ്മുടെ ഭരണകൂടത്തിന്റെ പണി, കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിക്കലല്ലോ നമ്മുടെ ഭരണകൂടത്തിന്റെ പണി. കഴിഞ്ഞ തവണ നമ്മുടെ മുഖ്യമന്ത്രിമാരെ മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തത് ഒരു ഭീകരവിരുദ്ധ സെന്റർ ഉണ്ടാക്കാനാണ്. അത്യാവശ്യം നല്ല നിയമം, ആളുകളെ കൊന്നു ബലവിളിക്കുവാൻ, പുതിയ തീവ്രവാദത്തിന് വഴിമരുന്നിടുവാൻ, ആളുകളോട് അന്യായം പ്രവർത്തിക്കുവാൻ അത്യാവശ്യ നിയമങ്ങൾ ഉണ്ടായിരിക്കെ നമ്മുടെ രാജ്യത്ത് 19 കോടി ജനങ്ങൾ, പ്രതിദിനം 20 രൂപ മാത്രം വരുമാനമുള്ള ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന, ഉണ്ണാനില്ലാത്തവന്റെ, ഉടുക്കാനില്ലാത്തവന്റെ, കയറിക്കിടക്കുവാൻ കൂര സ്വപ്നം കാണാൻ കഴിയാത്തവന്റെ എവിടേക്കാണ് ഇന്ത്യ പോകുന്നത്? ഇതിനെക്കുറിച്ച് വളരെ മൗലികമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഇടത് വിരുദ്ധമല്ല, വലത് വിരുദ്ധമല്ല. ഇടതനും വലതനും മാറി മാറി അധിനിവേശത്തോടും വർഗീയതയോടും രാജിയാകുമ്പോൾ ആ തിന്മയോടെതിരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അതുപോലെ തന്നെ അവർ തീവ്രവാദമാകുമ്പോൾ ആ തീവ്രവാദത്തിനെതിരായ ജമാഅത്തെ ഇസ്ലാമി തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങൾ നന്മയിൽ പരസ്പരം സഹകരിക്കുക, നിങ്ങൾ തിന്മയിൽ നിസ്സഹകരിക്കുക. ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഇതര സംഘടനകളോടുള്ള നിലപാടുകളുടെ അടിത്തറ, താത്വിക അടിത്തറ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വർഗീയതക്കെതിരെ നിൽക്കുന്ന, തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന, ഭീകരവാദത്തിനെതിരെ നിൽക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ വലിയ വായിൽ തീവ്രവാദം ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, വലിയ വായിൽ ഭീകരവാദം ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ രാജ്യത്തെ കൊലക്കളമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ പടിയിറങ്ങിയിട്ട് 10 കോളം എടുത്തു നോക്കിയപ്പോൾ നെട്ടിപ്പോയല്ലോ. നെറ്റാത്തവരുണ്ട് കേരളത്തിൽ. കാരണം കേരളത്തിന് ഇന്ന് നെറ്റാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? മതപുരോഹിതനാണോ പ്രവർത്തിച്ചത്? മതപണ്ഡിതനാണോ പ്രവർത്തിച്ചത്? ഈ രാജ്യത്ത് മതത്തെ കുറിച്ച് പറയുമ്പോൾ മതം എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് മതതീവ്രവാദം എന്ന് പറയുന്ന അട്രാസെക്യുലിസ്റ്റുകളുടെ വിഹാര കേന്ദ്രമാണ് കേരളം. എന്തേ അത്തരം വിഹാര കേന്ദ്രത്തിൽ വിഹരിക്കുന്ന നിലയ വിദ്വാൻമാരെന്താ മിണ്ടാതെ പോയത്? ആര്യടൻ എന്താ മിണ്ടാതെ പോയത്? ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രഭുക്കന്മാരെന്താ മിണ്ടാതെ പോയത്? ആരാണ് കേരളത്തിനോട് പച്ച നല്ല ശുഭ്രവസ്ത്രധാരികളായിക്കൊണ്ട് അതുപോലെ തന്നെ വെളുക്ക ചിരിച്ചുകൊണ്ട് അരയിൽ കടാരി വെച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് ആരാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അരക്കകത്ത് കടാരി വെച്ച് രാഷ്ട്രീയം നടത്തുന്നവരാണ് ഈ രാജ്യത്തെ അപകടകാരികളായത്, ഈ രാജ്യത്തിന്റെ അപകടകാരികളായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തെ കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല, മതേതരത്വത്തെ കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇടത് വലത് മുന്നണികളിൽ ആയുധം കൊണ്ട് സംസാരിക്കാത്ത, ബോംബ് കൊണ്ട് സംസാരിക്കാത്ത, കയ്യാങ്കളി കൊണ്ട് സംസാരിക്കാത്ത, പ്രതിയോഗിയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കായികമായി നെഞ്ചൂക്ക് കാണിക്കാത്ത എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണുള്ളത്? ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഐഡിയോളജി വെച്ച്, ആദർശം വെച്ചുകൊണ്ട് ആളുകളോട് ആരോഗ്യകരമായി സംവദിക്കുന്ന വിനയാന്വിതരായ എത്ര വ്യക്തിത്വങ്ങളാണുള്ളത്? ആദർശം കൈമോശം വരുമ്പോഴാണ് ബോംബെടുക്കേണ്ടി വരുന്നത്. ആദർശം കൈമോശം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആയുധം എടുക്കേണ്ടി വരുന്നത്. ആദർശം കൈമോശം വരുമ്പോഴാണ് പുതുവാളും വടിവാളും എടുക്കേണ്ടതായിട്ട് വരുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയം പുറത്തേക്ക് തിരിക്കുകയും അകത്തേക്ക് പരസ്പരം കടിച്ചു കയറുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ്. അതിൽ ആരും മോശമല്ല. ഒരു പക്ഷേ അതിന്റെ ലീഡർഷിപ്പ് വളരെ നേരത്തെ ഏറ്റെടുത്തത് CPIM ആകാം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ള വ്യക്തിയല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ആരാ
ആരാധനാ കേന്ദ്രങ്ങൾ ആയുധ കേന്ദ്രങ്ങളാകാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ആ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കുന്നു. ആരാധനാ കേന്ദ്രങ്ങൾ സാധാരണക്കാരുടെ അത്താണിയാകണം. അതാണ് പ്രവാചകന്റെ മദീനയിലെ പള്ളി. പട്ടിണി കിടക്കുന്നവന്റെ അത്താണിയാകണം, തൊഴിലില്ലാത്തവന്റെ അത്താണിയാകണം, രോഗിയായവന്റെ അത്താണിയാകണം, സാധാരണക്കാരന്റെ അത്താണിയാകണം. ഇത് മതവിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന അവരുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയുന്ന അത്താണിയാകണം പള്ളി. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി അത്തരം സാംസ്കാരിക കേന്ദ്രങ്ങളായി പരിവർത്തിപ്പിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയും സമാധാനവും വെളിച്ചവും ചൊരിയുന്ന ഏറ്റവും നല്ല സമാധാനത്തിന്റെ കേകമായിട്ട് പള്ളികൾ മാറണം. ആ മുദ്രാവാക്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആരാധനാ കേന്ദ്രങ്ങൾ ആയുധ കേന്ദ്രങ്ങളാകരുത് എന്ന് ആക്രോശിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരോട് ഞാൻ പറയുന്നു, പാർട്ടി ഓഫീസുകൾ എങ്ങനെയാണ് ആയുധ കേന്ദ്രങ്ങളായി മാറിയത്? പാർട്ടി ഓഫീസുകളിൽ ആയുധം സൂക്ഷിക്കാത്ത എത്ര പാർട്ടികളുണ്ട് എങ്കിൽ കേരളത്തിന്റെ പൊതുമൈതാനത്തിലേക്ക് വരണം. മനുഷ്യന്റെ പച്ചമാംസം കൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളി ഉണ്ടല്ലോ, ഇത് പ്രാകൃതമാണ്. നാം ജീവിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ കുന്തം കൂർപ്പിച്ചെടുത്ത് കല്ല് കൂർപ്പിച്ചെടുത്ത് ഉടുതുണിയില്ലാതെ പക്ഷത്തൈ കൊണ്ട് തന്റെ ശരീരം മറച്ച പ്രാകൃതമായി മൃഗങ്ങളെ കൊന്നു നിന്ന പ്രാകൃത യുഗത്തിലല്ല കേരളമുള്ളത്. ഈ രാജ്യത്ത് വെളുക്കച്ചിരിച്ച പത്രങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഞങ്ങൾ ഉത്തരവാദികളല്ലെന്ന് പ്രഖ്യാപിച്ച പാർട്ടി ഓഫീസുകളുടെ അകത്തളങ്ങളിൽ പോയി മനുഷ്യനെ കൊന്നുകുഴിച്ചു. എത്ര വട്ടാണ് സുഹൃത്തുക്കളെ? 56 വട്ടാണുള്ളത്. ഞങ്ങൾ പറയുന്നു, ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം, ഈ പ്രാകൃത രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഈ പ്രാകൃത രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാറി നിൽക്കാൻ സാധ്യമല്ല. കണ്ണൂരിലുള്ള വിധവകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ രാഷ്ട്രീയം കൊല ചെയ്യപ്പെട്ട വിധവകളുടെയും അനാഥകളുടെയും എണ്ണം എത്രയാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടി.പി. ചന്ദ്രശേഖരന്റെ കൊച്ചുമോന്റെ അച്ഛനെ കൊടുക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സുഹൃത്തുക്കളെ കഴിയുക? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യക്ക് ഒരു ഭർത്താവിനെ കൊടുക്കാൻ എത്ര രാഷ്ട്രീയ പാർട്ടിക്കാണ് സുഹൃത്തുക്കളെ സാധിക്കുക? അമ്മ നൊന്തുപറ്റ മക്കളെ നടറോഡിലിട്ട് വെട്ടുവീഴ്ത്തിയിട്ട് ഇതാണ് രാഷ്ട്രീയ വിപ്ലവം എന്ന് കൊട്ടിഘോഷിക്കുകയും മതത്തിന് നേരെ തീവ്രവാദം ആഘോഷിക്കുകയും ചെയ്യുന്ന സെക്കുലർ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ആത്മവിചാരം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് മതഭൂമികയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കേരളത്തെ പഴയ ഭ്രാന്താലയമാക്കരുത്. വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായിട്ട് കേരളത്തെ മാറ്റരുത്. അങ്ങനെ മാറ്റാനാണ് ചില രാഷ്ട്രീയ കശ്മലന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിശക്തമായി വിയോജിക്കുന്നു. ഇസ്ലാമിക പ്രസ്ഥാനം വളരെ ആർജവത്തോടുകൂടി രക്തത്തിന്റെ കിറവുരടാത്ത വിരൽ കൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ വിരൽ ധാർമ്മികമായ കരുത്തോടും ആർജവത്തോടും കൂടി ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രഭുക്കന്മാരുടെ മുഖത്തേക്ക് ചൂണ്ടുവാനുള്ള കരുത്ത് എനിക്കുണ്ട്. കാരണം ഈ വിരൽ കൊണ്ട് ഒരുത്തന്റെ പോലും മേൽ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകന്റെ വിരലും മറ്റൊരുത്തനെ ഉപദ്രവിക്കാനല്ല, അധർമ്മത്തോട് വിരൽ ചൂണ്ടാനാണ് ഉയർത്തിയത് എന്നുള്ളത് കൊണ്ടാണ്. ആ ആർജവത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് മതസംഘടനകൾക്ക് തിരിയാതെ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇത് പ്രവാചകന്റെ ദൗത്യമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് നിർവഹിച്ച ദൗത്യം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനോട് നിർവഹിച്ച ദൗത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോടും ഉത്ബത്തിനോടും നിർവഹിച്ച ദൗത്യം സമകാലിക അബൂജഹലുമാരോട് നിർവഹിക്കുവാൻ എന്റെ സമുദായം എന്നോടൊപ്പം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ സമുദായം ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കുനൂത്തോതാതിരിക്കാം, നിങ്ങൾക്ക് കൂട്ടപ്രാർത്ഥന നടത്താം, നിങ്ങൾക്ക് കൂട്ടപ്രാർത്ഥന നടത്താതിരിക്കാം. പക്ഷേ ചരിത്രത്തിൽ അധർമ്മത്തോട് പടപൊരുതിയ ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ പാതയിലൂടെ പാന്താവിലൂടെ സാഹസികമായ പ്രയാണം നടത്തുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്ര പേരുണ്ട് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അന്വേഷിക്കുവാനുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിയോഗി രാഷ്ട്രീയ പാർട്ടികളല്ല, അതിന്റെ പ്രതിയോഗി ഈ രാജ്യത്തെ മതസംഘടനകളുമല്ല. ഞാൻ പറഞ്ഞുവല്ലോ, തിന്മ മാത്രമാണ്. മതസംഘടനകളോട് എനിക്ക് വളരെ വിനയത്തോടുകൂടി പറയുവാനുള്ളത്, നിർത്താനായില്ലേ നമ്മുടെ ഈ പൂരം, നിർത്താനായില്ലേ നമ്മുടെ ഈ പൂരം, നിർത്താനായില്ലേ നമ്മുടെ ഈ കൊണ്ടാട്ടം, നിർത്താനായില്ലേ നമ്മുടെ ഈ ആഘോഷവും ജാടകളും. നാം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൗത്യത്തിലേക്ക് തിരിച്ചു വരണ്ടേ? ഇരുട്ടിൽ തപ്പുന്ന ഒരു ജനത, ഒട്ടും കുത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനത, തത്വശാസ്ത്രമില്ലാതെ ആയുധം കയ്യിലെടുത്ത ഒരു ജനത, ആദർശമില്ലാതെ ആ
ആൾക്കൂട്ടത്തെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനത, കൊന്നും തിന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ ഇരുട്ടിൽ വെളിച്ചം കത്തിച്ചു വെക്കുവാനുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും സമകാലിക ദൗത്യം ഏറ്റെടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, മതത്തിനകത്തെ ഏത് കളത്തിൽപ്പെട്ടവരാകട്ടെ, നമുക്ക് സമയമായില്ലേ എന്ന് ചോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മതസംഘടനകളുടെ ജോലി എന്താണ് ഞാൻ വിമർശിക്കുകയല്ല സുഹൃത്തുക്കളെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്റെ കൂടിയാണ് ഞാൻ വിമർശിക്കുന്നത്. ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് സ്വകാര്യമായി പറയേണ്ടതാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഏതാണ്ട് ഒരു 40% മതസംഘടനകൾ വീതം വെച്ചെടുത്തിരിക്കുന്നത്. ബാക്കി ഒരു 60% ഈ രാജ്യത്തെ 10-75 ലക്ഷം മുസ്ലിം സമൂഹത്തിനകത്ത്. ആ പറയപ്പെടുന്ന ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ 60% അവർ മധ്യത്തിലാണ്. അതുപോലെ തന്നെ അവർ എല്ലാ ജീവിതത്തിന്റെ ജീർണതകളിലുമാണ്. ഇന്നലെ പിടിക്കപ്പെട്ട കൊട്ടേഷ സംഘത്തിലുമുണ്ടല്ലോ ഒരു റഫീഖ്, നാട് നന്നാക്കേണ്ടവൻ, നാട് കുട്ടിച്ചോറാക്കുന്നിടത്ത രാഷ്ട്രീയ മത സാമൂഹിക നേതൃത്വങ്ങളുടെ ആയുധങ്ങളായി അണിയിക്കപ്പെടുമ്പോൾ നോക്കി നിൽക്കുന്ന മതപണ്ഡിതന് എന്ത് ധർമ്മമാണ് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനുള്ളത്? പണ്ഡിതന്മാരെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചത് മറന്നോ സുഹൃത്തെ? നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ്. ആ പ്രവാചക ദൗത്യത്തിന്റെ പിന്മുറക്കാരായി ആർജവത്തോടുകൂടി എണീറ്റ് നിൽക്കുവാൻ എന്റെ മതനേതൃത്വങ്ങൾ സന്നദ്ധമാകേണ്ടതുണ്ട്. നാം കൈകാര്യം ചെയ്യുന്നത് 40%. അവൻ കൈ എവിടെയാണ് കെട്ടേണ്ടത്? അവൻ വിരലാട്ടണോ വിരലാട്ടേണ്ടതില്ലേ? അവൻ എങ്ങനെയാണ് കുനൂത്തോന്നോ ഓതേണ്ടതില്ലേ? അവൻ കൂട്ടപ്രാർത്ഥന നടത്തേണ്ടതില്ലേ? നമസ്കരിക്കാത്ത 60%, നോമ്പെടുക്കാത്ത 60%, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ എടുക്കാത്ത 60%, ജീവിതത്തിന്റെയും ദീനിന്റെയും പുറംപോക്കിൽ വികരിക്കുമ്പോൾ ആ 60% കൈയൊഴിഞ്ഞ 40% വരുന്ന പള്ളിയിൽ വരുന്നവനെ വീതം വെച്ചിട്ടുള്ള തമ്മിലടി ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം അവസാനിപ്പിക്കണം. അവർ ഏതാണ്ട് ഇസ്ലാമിന്റെ പരിധിക്കകത്തല്ല, നെറ്റ്വർക്ക് കവറേജിന് പുറത്തല്ല. നെറ്റ്വർക്ക് കവറേജിന് പുറത്തുള്ള ഒരു 10-60% ക്രിമിനൽ സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു, മാഫിയ സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ അഡ്രസ് ചെയ്യുവാൻ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എന്റെ പ്രിയപ്പെട്ട മതസംഘടനയിൽപ്പെട്ട ആളുകൾ സന്നദ്ധമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കർമ്മശാസ്ത്രത്തിന്റെ ഭിന്നത നമ്മെ സംബന്ധിച്ചിടത്തോളം തമ്മിലടിക്കാനുള്ള അവകാശമല്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇമാം ഷാഫിയും ഇമാം ഹനഫിയും ഇമാം മാലിക്കിയും ഇമാം ഹംബലിയും മദ്ഹബുകളായിരുന്നുവല്ലോ. ആ മദ്ഹബുകൾ പരസ്പരം വെച്ചു പുലർത്തിയ സമീപനം എത്ര ഉജ്ജ്വലമായിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായാന്തരമുള്ളതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ മാനിക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫി ഇമാം ഹനഫിയുടെ നാട്ടിൽ പോയപ്പോൾ കുനൂത്ത് ഓതിയില്ല. എന്തുകൊണ്ടാണ് താങ്കൾ കുനൂത്ത് ഓതാത്തത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാം അനുവദിച്ച വിശാലതയാണത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബാക്കളിൽ ഇത്തരം വൈവിധ്യങ്ങൾ അംഗീകരിച്ചിരുന്നു. ഇസ്ലാം അനുവദിച്ച, അല്ലാഹുവിന്റെ പ്രവാചകൻ അംഗീകരിച്ച ഈ വൈജാത്യം യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ സംഘട്ടനത്തിന്റെയും സംഘർഷത്തിന്റെയും വേദിയാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കർമ്മശാസ്ത്രപരമായ ഭിന്നതകൾ ഞങ്ങൾ സുന്നികൾ അംഗീകരിക്കുന്നു. അവർ മുശ്രിക്കുകളും കുബൂലികളുമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി ആക്ഷേപിക്കാറില്ല. അന്ധവിശ്വാസങ്ങൾ അവർ ഒഴിവാക്കണമെന്ന വളരെ ഗുണകാംക്ഷയോടുകൂടി അവരോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സംഘട്ടനത്തിന്റെ ഭാഷയിലല്ല, അത് സംഘർഷത്തിന്റെ ഭാഷയിലല്ല. അദ്ദീനു അന്നസീഹ, ഗുണകാംക്ഷയുടെ ഭാഷയിലാണ്. ഞങ്ങൾ അവരെ പരിഹസിക്കാനോ കളിയാക്കാനോ ഇല്ല. മുജാഹിദുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. തബ്ലീഗുകാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, യോജിപ്പിന്റെ മേഖല നമുക്ക് മുമ്പിൽ വിശാലമായി കിടക്കുകയാണ്. യോജിപ്പിന്റെ മൈതാനം നമ്മുടെ മുമ്പിൽ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. ആ ആളൊഴിഞ്ഞു കിടക്കുന്ന യോജിപ്പിന്റെ മൈതാനത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ സമകാലീന ലോകത്ത് ആദർശപരമായി നേതൃത്വം കൊടുക്കുവാൻ മതസമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാമ്പാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കാതലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ട ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾ കേട്ട ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ പ്രസ്ഥാനത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാകണം. എന്നിട്ടൊന്ന് കേൾക്കാൻ സന്നദ്ധമാകണം. എന്നിട്ടൊന്ന് പഠിക്കാൻ സന്നദ്ധമാകണം. എന്നിട്ട് നിങ്ങൾ നിലപാടെടുക്കേണ്ടതായിട്ടുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, ആട്ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സമകാലിക ലോകത്ത് ആട്ടിൻകുഞ്ഞിന്റെ നിരപരാധിത്വം തിരിച്ചറിയുവാൻ
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് തെരുവോരങ്ങളെ യുദ്ധമക്കളമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ആട്ടിൻ കുഞ്ഞിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ചെന്നായ്ക്കൾ ഉറഞ്ഞു തുള്ളിയപ്പോഴാണ് TP ചന്ദ്രശേഖരന്മാർക്ക് ജീവിതവും ജീവനും നഷ്ടപ്പെട്ടത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മതസംഘടനകളോട് ഞാൻ പറയുന്നു, കോടികൾ കൊണ്ടുള്ള ആഘോഷങ്ങളും ആരവങ്ങളുമല്ല ഒരു സമുദായത്തിന്റെ സമുദ്രാരണമാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മാനവിക യാത്ര നടന്നു. ഞാൻ വിയോജിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് മാനവിക യാത്ര, ആരുടെ മാനവികതയാണ്. ഞാൻ പറയുന്നു, മാനവിക യാത്ര നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പിന്നിൽ ഒളിപ്പിച്ച അജണ്ട ഈ രാജ്യത്തെ രാഷ്ട്രീയ മേലാളന്മാർക്ക് അറിയാത്തത് കൊണ്ടല്ലോ. മഹാനായ പ്രവാചകൻ, ലോകത്തിന്റെ ഉസ്താദായിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ, ക്രിസ്ത്യാനി പോലും, കോപ്റ്റ് ക്രിസ്ത്യാനികൾ പോലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ പ്രക്രിയയിൽ അംഗീകരിക്കപ്പെട്ട പ്രവാചകൻ, ഒരു വിപ്ലവത്തിന്റെ വിമോചനത്തിന്റെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സമാധാനപരമായ പരിവർത്തനത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്ന മഹാനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ പിതരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ വിമോചനാത്മകമായ വിഷം ചർച്ച ചെയ്യുന്നതിന് പകരം അല്ലാഹുവിന്റെ പ്രവാചകന്റെ നീലുണ്ടോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുടികത്തുമോ, ഇങ്ങനെ പൗരോഹിത്യത്തിന്റെ മൂർത്തിഭാവമായി മാറിക്കൊണ്ടിരിക്കുന്ന മതസംഘടനകൾ ആത്മപരിശോധന നടത്തണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശത്തെ ഈ കാലഘട്ടത്തിലെ ജനസമൂഹത്തിലേക്ക് എത്തിക്കുകയാണോ, അതല്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ എന്ന വ്യാജേനെ ബോംബെ മാർക്കറ്റിൽ നിന്നും മറ്റും സംഘടിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും അവയവങ്ങളോ അല്ലെങ്കിൽ അംശങ്ങളോ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ കച്ചവടമാക്കലാണോ സമകാലിക ദൗത്യമെന്ന് അവർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. മാനവികതയെ കുറിച്ചുള്ള മുദ്രാവാക്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരത്ത് ഹിന്ദു സന്യാസിമാരെയും ക്രിസ്ത്യൻ നേതാക്കന്മാരെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് മതത്തിനപ്പുറത്ത് മാനവികതയുടെ പാലം പണിയുന്ന ബഹുമാന്യനായ ഈ മതസംഘടനയുടെ പണ്ഡിതൻ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, എങ്കിൽ അത് ആരംഭിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട പണ്ഡിതവര്യരെ നിങ്ങളുടെ സമുദായത്തിനകത്ത് നിന്ന് തന്നെയല്ലേ. മുസ്ലിം സമുദായത്തിനകത്തെ ആദർശ സഹോദരങ്ങൾ ഒന്നിച്ച് വേദി പങ്കിട്ടതിന്റെ പേരിൽ വേദിയിൽ നിന്ന് വിട്ടിറങ്ങിപ്പോരുകയും സമുദായത്തിനകത്ത് ഭിന്നിപ്പിന്റെ തല സൃഷ്ടിക്കുകയും എന്നിട്ട് ചിത്രത കുത്തിപ്പോക്കുകയും വിവിധ പള്ളികളിൽ സംഘടനത്തിനും സംഘർഷത്തിനും രക്തം ചിന്തുന്നതിനോ നേതൃത്വം കൊടുത്തവർ കേരളത്തോട് മാനവികതയെ കുറിച്ച് പറയാൻ പാടില്ല. ആദർശ സമൂഹത്തിൽപ്പെട്ട സഹോദരൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയാൻ പഠിപ്പിച്ച തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ മാനവികതയെ കുറിച്ച് സംസാരിക്കുവാൻ സ്പേസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അറിയണം, അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറഞ്ഞ് പഠിപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്റെ ആദർശ സഹോദരനോട് പോലും സലാം പറയാൻ പാടില്ല എന്ന് പിഞ്ചു മക്കളുടെ കൊച്ചു ഹൃദയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ആ ചിത്രത കുഞ്ഞുനാളിൽ നട്ടുവളർത്തുകയും ചെയ്യുന്നവനാണ് ലോകത്ത് പുറപ്പുറത്ത് കയറിയിട്ട് മാനവികതയെ കുറിച്ച് പറയുന്നത്. ഇത് ചന്ദ്രശേഖരനെ കൊന്നവർ സമാധാനത്തെ കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ ഈ അർത്ഥത്തിൽ സലാം പറയുന്നത് മുടക്കുന്നവർ പുറപ്പുറത്ത് കയറി മാനവികത പ്രസംഗിക്കുന്നതും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അല്ല, ഇവരൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ വേദിയും പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതല്ല ഇസ്ലാം. ഇസ്ലാം വിമോചനമാൻ, ഇസ്ലാം വിപ്ലവമാൻ, ഇസ്ലാം നീതിയാൻ, ഇസ്ലാം സമാധാനമാൻ, ഇസ്ലാം സഹവർത്തിത്വമാൻ, ഇസ്ലാം വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ദർശനമാൻ. ആ അർത്ഥത്തിലാണ് ജമാഅത്തെ ഇസ്ലാം നിങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ വിശദമാക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ സദുദ്യമങ്ങൾ എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ എന്തെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അത് ഈ രാജ്യത്തെ ചിത്രതയുടെ അംശം വളർത്തുന്നില്ലെന്ന് മാത്രമല്ല, ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നന്മയുടെയും വിത്തുവാകാത്ത ഒരു സംരംഭവും ഇസ്ലാമിക പ്രസ്ഥാനത്തിലില്ല. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ മണ്ഡലങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തനത് നീതിയിലധിഷ്ഠിതമായ ആവിഷ്കാരങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഞാനും അല്ലെങ്കിൽ നിങ്ങളും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാകാം. ഞാൻ ഇപ്പോൾ നടത്തിയ എന്റെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കത്തിൽ നിങ്ങൾ കേട്ട ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഒരുപക്ഷെ ചിലർക്കിത് അത്ഭുതമാകാം, ചിലർക്കിത് ആദ്യ വർത്തമാനമാകാം, ചിലർക്കിത് പറയാൻ കൊള്ളാമെന്നാകാം. പക്ഷേ ഇത് പറയാൻ കൊള്ളുന്ന വർത്തമാനം പറഞ്ഞല്ല, പ്രാവർത്തികമാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ നിങ്ങൾക്ക് മുമ്പിൽ അതിന്റെ ഒരു പരിച്ഛേദം ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിങ്ങളുകൂടി ഇതിന്റെ വക്താക്കളാകണം. എന്നെ ശ്രമിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണരുത്. നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന്
നിന്ന് നിരൂപണം നടത്തരുത്. നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു ജനതയ്ക്ക് കയ്യടി കൊടുക്കരുത്. ഈ കാലഘട്ടത്തെ തിരുത്താൻ, ഈ ഇരുട്ടിനെ പകഞ്ഞു മാറ്റാൻ, ഈ ധർമ്മത്തെ സംസ്ഥാപിക്കുവാൻ, അധർമ്മത്തെ ഉച്ചാരണം ചെയ്യുവാൻ, അതുപോലെ തന്നെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ തുറന്നു കാണിക്കാൻ കയ്യിലെടുക്കാവുന്ന ആദർശത്തിന്റെ ഐഡിയോളജിയുടെ ആയുധമായത്. ബോംബ് വേണ്ടത് ആദർശമില്ലാത്തവർക്കാണ്, പരിപാടി വേണ്ടത് ആദർശമില്ലാത്തവർക്കാണ്. നീതിയുടെയും ധർമ്മത്തിന്റെയും തത്വശാസ്ത്രം കയ്യിലേന്തിക്കൊണ്ട് അധർമ്മത്തോട് പൊരുതുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം കൈകോർക്കണം. നിങ്ങൾ മുജാഹിദാകാം, നിങ്ങൾ സുന്നിയാകാം, നിങ്ങൾ ദക്ഷിണ കേരളയാകാം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാം, നിങ്ങൾ കോൺഗ്രസ് ആകാം. ഞാൻ പറയുന്നു, ആദർശ വിശുദ്ധിയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സംഘത്തെ നിങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ സംഘത്തോട് കൈകോർക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ യുഗധർമ്മമാണ് എന്ന് നിങ്ങൾക്ക് വിസ്മരിക്കുക സാധ്യമല്ല. എല്ലാ അർത്ഥത്തിലും തിന്മയോട് രാജിയായ പരമ്പരാഗത രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വത്തോടൊപ്പം അടയിരിക്കുന്ന, അധർമ്മത്തിനടയിരിക്കുന്ന, അധികാരത്തിനടയിരിക്കുന്ന, അതുപോലെ തന്നെ അധികാരത്തിന്റെ അപകർഷത്തിനടയിരിക്കുന്ന പരമ്പരാഗത ചേരിക്കൊപ്പം നിൽക്കണമോ? പരിഷ്കരണത്തിന്റെയും സംസ്കരണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും നവീകരണത്തിന്റെയും പുരോഗമനാത്മകമായ പാതയിൽ അണിനിരക്കണമോ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആത്മപരിശോധന നടത്തുക. ഈ പന്തലിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന കവലകളിൽ നിന്ന്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബോക്സിൽ നിന്ന്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കാതിനെ പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഞാൻ ഉന്നയിച്ച ചോദ്യം നിങ്ങൾ എഴുതി വിട്ടുകൊടുക്കണം. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മപരിശോധന നടക്കണം. ദൈവത്തിന്റെ സുന്ദരമായ ഭൂമിയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അതിന്റെ അരിലർന്നമിഹാദ, തൊട്ടിലാകുന്ന ഭൂമി, തൊട്ടിലാകുന്ന ഭൂമി. നിങ്ങൾക്കുള്ള വെള്ളവും നിങ്ങൾക്കുള്ള വായുവും നിങ്ങൾക്കുള്ള സൗകര്യവും നിങ്ങൾക്ക് അനുഗുണമായ ആവാസ വ്യവസ്ഥയും ഒരുക്കിയ കുട്ടിക്ക് തൊട്ടിലെത്ര സുരക്ഷിതമാണോ അതുപോലെ ദൈവം തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്ന ഈ ഭൂമിക്കകത്ത് വായുവും വെള്ളവും വെളിച്ചവും നൽകുന്ന ഈ ഭൂമിക്കകത്ത് ദൈവിക മൂല്യങ്ങളുടെ ആവിഷ്കാരമായ ഈ പ്രസ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് മാറേണ്ടതില്ലേ? മാറേണ്ടതുണ്ട് എങ്കിൽ മാറ്റണം. മാറ്റുന്നുവെങ്കിൽ ആർജവത്തോടുകൂടി അത് പ്രഖ്യാപിക്കണം. നിങ്ങളുടെ കൂടി കൈകളിൽ ഇതിന്റെ പതാക എന്നണം. അത് ഈ രാജ്യത്തെ മാനുഷികതയുടെയും മാനവികതയുടെയും മൂല്യങ്ങളുടെയും ദൈവിക ദർശനത്തിന്റെയും പതാകയായി ഈ രാജ്യത്തിന്റെ നടുമുറ്റത്ത് പാറിപ്പറക്കണം. അതിന്റെ കീഴിൽ, അതിന്റെ തണലിൽ ഈ രാജ്യത്ത് സമാധാനവും ക്ഷേമവും പുലരണം. അതിനാകട്ടെ നമ്മുടെ അധ്വാനം, അതിനാകട്ടെ നമ്മുടെ പരിശ്രമം. സർവശക്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവേശ്വരൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.